ഒരുപാട് എന്നാ പറയുന്നത് നോൺ വെജിറ്റേറിയൻ നമ്മൾ ഇവിടെ ചെയ്തു. വെജിറ്റേറിയൻ ഇച്ചിരി കുറവാന്ന് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ എന്നോട് ഇച്ചിരി ഒരു പരാതി, സ്നേഹപൂർവ്വമായ ഒരു പരാതി പറഞ്ഞിട്ടുണ്ട് കേട്ടോ. എന്നാൽ പിന്നെ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രേക്ഷകർക്ക് ഒരു പരാതി വരുന്ന പോലെ ഒന്നും നമ്മൾ എന്നാ പറയുന്നത് ആനീസ് കിച്ചൻ നടത്താൻ പാടില്ല. നമുക്ക് എന്നാ പറയുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും സ്നേഹമല്ലേ ഏറ്റവും നല്ലത്. അതുകൊണ്ട് എന്നാ ചെയ്യാൻ പോകുന്നത് അറിയാം, ഇന്ന് ഞാനൊരു വെജിറ്റേറിയൻ ഡിഷാണ് ഇവിടെ ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നേ എനിക്കൊരു എന്നാ പറയുക ഒരു സന്തോഷ വാർത്ത പറയാനുണ്ട്. ഞാൻ ആ ചെയ്ത റെസിപ്പി ചെയ്ത് നോക്കാത്തവർ ശരിക്കും ചെയ്യണം. അതേതാണെന്നറിയോ, നമ്മുടെ ബ്രായ് ചിക്കനാണ്. അത് ഒത്തിരി പേര് ചെയ്ത് നോക്കിയേച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. ശരിക്കും അത് എനിക്ക് പറഞ്ഞു തന്നത് ഞാൻ പറഞ്ഞില്ലേ, സൗത്ത് ആഫ്രിക്കയിലെ എൻ്റെ ആൻറ്റി രമണി ആൻറ്റിയാണ് എനിക്കത് പറഞ്ഞു തന്നെ. ശരിക്കും ആ ഷോ തന്നെ ഞാൻ ശരിക്കും ആ ഒരു അപ്രിസിയേഷൻ ശരിക്കും രമണി ആൻറ്റിക്ക് കിട്ടാനുള്ളതാണ് കേട്ടോ. ആ ഷോ ശരിക്കും രമണി ആൻറ്റിക്ക് വേണ്ടി ഞാനത് ഡെഡിക്കേറ്റ് ചെയ്തേക്കുക. ഇനി ഇതേപോലെ ഞാൻ കുറേശ്ശെ എന്നാ പറയുന്നത് പുതിയ റെസിപ്പീസൊക്കെ കണ്ടുപിടിച്ച് നമുക്ക് ഷെയർ ചെയ്യാം. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞില്ലേ, പരാതി ഒന്ന് നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് ഒരു വെജിറ്റേറിയൻ ഡിഷാണ്. നമ്മളൊരു ഹോട്ടലിൽ പോയാലും എന്നാ പറയുന്നത് വെജിറ്റേറിയൻ, നമ്മുടെ നാട്ടിലുള്ള വെജിറ്റേറിയൻ ഒന്ന് നമ്മൾ നല്ലപ്പോഴാ അല്ലേ ഒന്ന് പറയുന്നത്. ആരേലും ഒരു പീസ് കറി പറയുമോ? ഒന്നും പറയുകയില്ല. ഒന്നെങ്കിൽ ഒരു മഷ്റൂം അല്ലെങ്കിൽ ഒരു പനീർ അല്ലേലും ഒന്ന്. ഈ പനീറിലാണെങ്കിൽ മാക്സിമം പോയാൽ എന്നാ പറയുന്നത് ഒരു പനീർ ബട്ടർ മസാലയാണ് പറയുന്നത്, അല്ലെങ്കിൽ എന്നാ പനീർ മട്ടർ മസാല പറയും. ഇത് രണ്ടിലും വ്യത്യാസം എന്നാന്ന് വെച്ചാൽ മട്ടർ മീൻസ് പീസ്, മറ്റാണെങ്കിൽ ബട്ടർ ആണെങ്കിൽ വെണ്ണ. ഇത്രയേ ഉള്ളൂ വ്യത്യാസം കേട്ടോ. പക്ഷേ ഇത് രണ്ടും അല്ല ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഞാനിന്നിവിടെ എന്നാന്ന് ഉണ്ടാക്കാൻ പോകുന്നത് തവ പനീർ മസാലയാണ് ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. ഇനി നമുക്കതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയ കാര്യങ്ങൾ എന്നാന്നും പറഞ്ഞുതരാം. ഇതെന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി പനീർ ഇച്ചിരി കുഞ്ഞു ക്യൂബായിട്ട് മുറിച്ചേക്കുക. ഇതൊരു 300 grams ഉണ്ട്, അത് അനുസരിച്ച് ഇതെടുത്താൽ മതി. പിന്നെ മുഴുത്ത കഷ്ണമൊന്നും എടുക്കല്ലേ. എന്നാന്ന് വെച്ചാൽ അത് ഇച്ചിരി ഒന്ന് പൊതിഞ്ഞു വരാനൊക്കെ ആയിട്ട് ഇതാണ് നല്ലത്. പിന്നെ ഇത് 1 കപ്പ് അല്ലെങ്കിൽ 1.5 കപ്പ് സവാള കുഞ്ഞായിട്ട് അരിഞ്ഞേക്കുക. പിന്നെ ഇച്ചിരി പച്ചമുളക്, ഇത് ഇച്ചിരി എരിവ് കുറഞ്ഞ പച്ചമുളകാണ്. അന്നേരം എരിവ് അനുസരിച്ച് ആ പച്ചമുളക് എടുക്കണ്ടേ. മിനിമം ഒരു 3 എണ്ണം അത്രയും മതി. പിന്നെ എരിവ് കൂടുന്നതും കുറയുന്നതും അനുസരിച്ച് മാറ്റി വെച്ചാൽ മതി. പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞത്, പിന്നെ ഒരു 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതാണേ. കുറച്ച് മല്ലിയില ഇച്ചിരി നല്ലതായിട്ട് കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടേക്കുക. ഇതിപ്പോൾ ഒത്തിരി കുഞ്ഞല്ല, ഇച്ചിരിയൊക്കെ എന്നാ പറയുന്നത് ഇടയിലൊക്കെ നമ്മൾ നോർത്ത് ഇന്ത്യൻ ഡിഷ് അല്ലേ, അന്നേരം ഇതിൻ്റെ ഫ്ലേവർ ഇച്ചിരി മുന്നേ നിൽക്കും. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ കസൂരി മേത്തിയാണ് ഇത്. ഇതൊക്കെ ഇടുമ്പത്തേനാന്നേ ഈ നോർത്ത് ഇന്ത്യൻ ഫ്ലേവേഴ്സ് നമുക്ക് കൂടുതൽ കിട്ടുന്നത്. ഇതൊക്കെ ഒത്തിരി ഒന്നും ഇടുകയില്ല, ഒരു 1/2 ടീസ്പൂണോ അത്രയൊക്കെ ഇടത്തുള്ളൂ. എന്നാന്ന് വെച്ചാൽ ഇത് ഒത്തിരി ഇട്ട് കഴിഞ്ഞാൽ നമുക്കറിയാൻ മേലേ ഉലുവ ഇച്ചിരി കയ്പുള്ള സാധനം. അന്നേരം അതിൻ്റെ ഇല എന്നാ പറയാനാ ഇച്ചിരി കയ്പുള്ളത്. അന്നേരം ഒത്തിരി ഒന്നും ഇടരുത്, ആ ഒരു ഫ്ലേവറിന് മാത്രം ഇട്ടേച്ചാൽ മതി. ഒരു 1/2 ടീസ്പൂൺ വെച്ചോ. അതിനെ ഡിവൈഡ് ചെയ്ത് 2 പോർഷനായിട്ട്. ഇതെന്നാന്ന് വെച്ചാൽ ഓമമ, ഇത് എന്നാന്ന് വെച്ചാൽ നമ്മൾ മുറുക്കിലൊക്കെ ഇടും. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇതിന് അജ്വൈൻ അതാ പറയുന്നത്. ഇത് ഒരു ഇച്ചിരി മതി. എന്നാ പറയുന്നത് വെച്ചാൽ ഈ കടുവൊക്കെ നമ്മൾ പൊട്ടിക്കുകയല്ലേ എന്ന് പറയുന്ന പോലെ ഇത് കുറച്ചിടണം. പിന്നെ കുറച്ച് ഗരം മസാല, ഇതിപ്പോൾ ഞാൻ ഇപ്പോൾ പൊടിച്ചേക്കുന്നതാ. എപ്പോഴും അന്നേരം പൊടിക്കുന്നത് തന്നെയാണ് നല്ലത് കേട്ടോ. പിന്നെ കുറച്ച് മല്ലിപ്പൊടി, പിന്നെ കാശ്മീരി മുളക് പൊടിയായത്. കാശ്മീരി മുളക് പൊടി ഇടുമ്പോഴത്തേനും നോക്കിക്കോണം പച്ചമുളകിൻ്റെ എരിവും. ഇതിനധികം എരിവ് ഇല്ല, പക്ഷെ എന്നാലും നല്ല നിറം കിട്ടും ഇത് ഇടുമ്പോഴത്തേക്ക്. പിന്നെ ഇതെന്നാന്ന് വെച്ചാൽ ഇച്ചിരി നെയ്യാ. പിന്നെ ഇത് ഇച്ചിരി ബട്ടർ എന്ന് പറയുമ്പോഴത്തേക്ക് ഒത്തിരി ഒന്നും വേണ്ട, ഒരു 3 ക്യൂബോ അല്ലെങ്കിൽ ഇങ്ങനെ ഇതിപ്പോൾ ക്യൂബായിട്ട് ഇരിക്കുന്നതുകൊണ്ടാ, അല്ലേലുണ്ടല്ലോ 1 സ്പൂൺ ഇട്ടേച്ചാൽ മതി. പിന്നെ ഒരു ഇച്ചിരി തൈര്, അത് ഒത്തിരി ഒന്നും വേണ്ട, ഒന്ന് നമ്മുടെ പനീർ ഒന്ന് മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ്, അതൊരു ഇച്ചിരി. പിന്നെ കുറച്ച് ഫ്രഷ് ക്രീം. പിന്നെ ഇത് ഇച്ചിരി ടൊമാറ്റോ പ്യൂറിയ. ഇതെന്നാന്ന് അറിയോ, അത് നമ്മുടെ മാർക്കറ്റിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും, പക്ഷേ ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വിഷമിക്കരുത്. 2 വലിയ തക്കാളി എടുത്തേച്ച് എന്നാ പറയുന്നത് തിളച്ച വെള്ളത്തിനകത്ത് ഇട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞേച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തേച്ചാൽ മതി. അത് തന്നെയാണ് ഈ സാധനം. പക്ഷേ ഇത് വെളിയിൽ നമ്മളങ്ങനെ ടൊമാറ്റോ പ്യൂരിയായിട്ട് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് ഉപ്പ്, ഇത്രേ വേണ്ടുള്ളൂ ഇതിന് വേണ്ടിയ സാധനം. ഇനി ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഏറ്റവും എളുപ്പമാട്ടോ, ഇതിന് വലിയ മെനക്കേടൊന്നുമില്ല. ആദ്യം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ പനീർ ഇച്ചിരി ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് എന്നാക്കിയാണ് വേണ്ടതെന്ന് വെച്ചാൽ
നമ്മുടെ പനീർ ഇത് മൂപ്പിച്ചിട്ടൊന്നുമില്ലേ, അന്നേരം എന്നാണെന്നറിയാവോ, ഈ പറഞ്ഞ പോലെ പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞ കൂട്ട് വെപ്രാളമൊന്നും പിടിച്ചേക്കരുത്. സമാധാനത്തിൽ ക്ഷമയോടുകൂടി വേണം നമ്മളിത് പെരട്ടാനേ. ഇതിനകത്തോട്ട് കുറച്ച് തൈര്, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ മാരിനേഷനുള്ള തൈര് മതിയേ. പിന്നെ ആ നേല ഒരു ഇച്ചിരി മുളക് പൊടി, പിന്നെ ഒരു ഇച്ചിരി ഗരം മസാല, എല്ലാം ഇച്ചിരി 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 മതി. കാര്യം എന്നാന്ന് വെച്ചാൽ കുറച്ച് നേരം അതൊന്ന് എന്നാ പറയുക ആ മാരിനേഷന് വേണ്ടിയുള്ളത് മാത്രം മതി, ബാക്കി മുഴുവൻ നമുക്ക് ഗ്രേവിക്കാണ് വേണ്ടിയേ. പിന്നെ ഒരു ശകലം ഒരു പിഞ്ച് കസൂരി മേത്തി. ഇതിന് ശരിക്കും ബേസിക്കലി എന്നാ പറയുന്നതെന്നറിയോ, മഞ്ഞപ്പൊടി ഇടുകയില്ല, വേണമെന്നുണ്ടെങ്കിൽ ഇടാം. ഇട്ടെന്ന് പറഞ്ഞാൽ അതിന് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നും വരികയില്ല. ഇവിടെ ഇപ്പം ഞാൻ ശരിക്കും ആ ഒരു നോർത്ത് ഇന്ത്യൻ ഫ്ലേവറിലാണ് ചെയ്യുന്നത്. അഥവാ നമുക്ക് ഇച്ചിരി മഞ്ഞപ്പൊടി ഇടണം എന്ന് തോന്നിയാൽ ഇട്ടോളൂ. ഇത് ഇച്ചിരി മാരിനേറ്റ് ചെയ്ത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നമുക്ക് എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിൻ്റെ ഗ്രേവി ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഇതിന് തവയാ ഏറ്റവും നല്ല. അതില്ലെന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ നോൺ സ്റ്റിക്ക് പാൻ ആയാലും മതി. ഇതിനകത്തോട്ട് എന്നാന്ന് വെച്ചാൽ ഒരു ഇച്ചിരി നെയ്യ്, ഒരു 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കണം. പിന്നെ നെയ്യൊന്നും വേണ്ട. പക്ഷേ ഞാനീ ഉണ്ടാക്കുന്ന മിക്ക കറികൾക്കും ലാസ്റ്റ് നമ്മൾ ചെയ്യുമ്പോഴത്തേനുണ്ടല്ലോ ആ കറിയെല്ലാം അയച്ച് നമ്മൾ പാത്രത്തിലോട്ട് വാങ്ങുമ്പോഴത്തേനും ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ ചേർത്ത നെയ്യ് ബട്ടർ ഒക്കെ ആണെങ്കിലും നല്ലതായിട്ട് ഊറി വരും. അന്നേരം എന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ എണ്ണയൊക്കെ ഒത്തിരി വേണ്ടാന്ന് തോന്നുവാന്നേൽ അതങ്ങ് കളയാം. പക്ഷേ എന്നാന്നോ നമ്മൾ ഒത്തിരി അങ്ങ് കളയുവാന്നേൽ നമ്മുടെ കറി ഒത്തിരി അങ്ങ് ഡ്രൈ ആയിപ്പോവും. അതുകൊണ്ട് അത് ചെയ്യല്. ഇച്ചിരിയൊക്കെ കളഞ്ഞ് വെച്ച് ഇച്ചിരി അങ്ങോട്ട് കുഴച്ച് വെച്ചാൽ മതി. ഇനിയിപ്പോൾ നെയ്യാണെങ്കിൽ ഒരു ഇച്ചിരി നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോൾ കടുകിന് പകരം നമ്മുടെ ഓമം ഇടണം. ഈ ഓമമൊക്കെ ഇടുമ്പോഴത്തേനാ ഒരു എന്നാ പറയുന്നത് ഒരു ഇച്ചിരി ഒരു നോർത്ത് ഫ്ലേവറിലാണ് വരുന്നത്. ഒരു 1/2 ടീസ്പൂൺ ഓമം ഇടുക. അന്നേരം ഇത് കടുക് പൊട്ടുന്ന പോലെ അങ്ങോട്ട് പൊട്ടും. ഇതൊന്ന് മൂത്ത് കഴിഞ്ഞാൽ ഇതിലോട്ട് ഒരു 1.5 ടീസ്പൂൺ അല്ലെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി, പിന്നെ ആണെങ്കിൽ ഒരു മിനിമം ഒരു 3 പച്ചമുളകും കൂടെ അരിഞ്ഞത്. ഇത് ഇച്ചിരി എരിവില്ലാത്തയാണേ. അന്നേരം ഞാൻ അങ്ങനത്തെ ആയിട്ടേക്കുന്നതുകൊണ്ട് പിന്നെ വലിയ ടെൻഷൻ ആക്കണ്ട. ഇനി ഇത് ഇച്ചിരി നല്ലതായിട്ടൊന്ന് പച്ചമണം ഒന്ന് മാറണം. ഇഞ്ചിയും വെളുത്തുള്ളിയുടെ ഒക്കെ ഉണ്ടല്ലോ പച്ചച്ചോവ മാറിയില്ലെന്നുണ്ടെങ്കിൽ അതിങ്ങനെ കമർക്കും. അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ചുവ മുന്നോട്ട് നിൽക്കുവേ. അത് ഇച്ചിരി ഒന്ന് മൂത്തോട്ടെ. ഇനി ഇത് ഇച്ചിരി മൂത്ത് കഴിഞ്ഞേ ഇനി ഇതിനകത്തോട്ട് നമുക്ക് സവാള ഇടാം. ഒരു 1.5 കപ്പ് സവാളയാണേ. ഇതെന്നാന്നറിയോ, സവാളയൊക്കെ ആന്നേൽ കുറേ കഴിയുമ്പോഴത്തേനും ഉണ്ടല്ലോ അങ്ങ് വഴന്ന് കഴിയുമ്പോഴത്തേക്ക് അങ്ങ് വാടി. ഇന്ന് ഇതിൻ്റെ കൂടെ നമുക്കൊരു സ്പെഷ്യലും കൂടെ കൊടുക്കണം. എന്നാന്നറിയാം നമ്മുടെ ഗസ്റ്റ് എന്നാന്ന് വെച്ചാൽ ഞാനിന്നൊരു സ്പെഷ്യൽ ജ്യൂസാണ് ഉണ്ടാക്കുന്നത്. അന്നേരം അതിൻ്റെ പേരെന്നാന്ന് വെച്ചാൽ സിട്രസ് സൺഷൈൻ എന്നാണ് അതിൻ്റെ പേര്. ഈ ഉള്ളി മൂക്കുമ്പോഴത്തേനുണ്ടല്ലോ ഒരു ഇച്ചിരി ബ്രൗൺ ആവുന്നിടം വരെ അതിനെ ഒന്ന് മൂപ്പിക്കണേ. എന്നാന്ന് വെച്ചാൽ ഒന്ന് വാട്ടിയെടുക്കുകയല്ല ചെയ്യണ്ടേ, അതൊന്ന് മൂത്ത് ഇച്ചിരി ഒന്ന് വേവണം. ഇനി ഈ സമയത്തുണ്ടല്ലോ തീ നല്ലതായിട്ടൊന്ന് കുറച്ച് വെച്ച് നമുക്ക് അതിനകത്തോട്ട് ഇച്ചിരി മുളക് പൊടി ഇടാം. ടീസ്പൂൺ കണക്കാണെങ്കിൽ ഞാനിപ്പോൾ ടേബിൾ സ്പൂൺ ആണെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ ആയിട്ടിടണേ. എരു നോക്കിക്കോണം. ഇതിപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ്. ടീസ്പൂൺ ആണെങ്കിൽ ഒരു 3 ടീസ്പൂൺ. 3 ടീസ്പൂൺ ആകുമ്പം ഒരു 1.5 ടേബിൾ സ്പൂണേ വരത്തുള്ളൂ.
അത് മതി. പിന്നെ എന്നാന്നറിയോ, നമുക്ക് എരിവൊക്കെ നോക്കി വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയാൽ മതി. അവസാനം എരിവ് കൂടിയേച്ചൊന്നും ചെയ്യാനൊക്കുകയില്ല. ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി മല്ലിപ്പൊടി, 1.5 ടേബിൾ സ്പൂണാണേ. ഇനി നമ്മൾ ഇട്ടേക്കുന്ന ഈ പൊടി ഒന്ന് ഇച്ചിരി മൂത്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടെ കുറച്ച് ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടി ഇടണം. ഇത് ഇച്ചിരി മൂത്ത് കഴിഞ്ഞില്ലേ, ഇനി ഇതിനകത്തോട്ട് നമ്മുടെ ടൊമാറ്റോ പ്യൂരേ ഇല്ലേ, അതല്ലെന്നുണ്ടെങ്കിൽ 2 തക്കാളി വേവിച്ചേച്ച് മിക്സിയിൽ അരച്ചെടുത്തേക്കുക, തൊലി കളഞ്ഞേച്ച്. ഇതിങ്ങനെ മേടിക്കാൻ കിട്ടിയില്ലെങ്കിൽ ഇതിനകത്തോട്ട് ഒരു ഇച്ചിരി നമ്മൾ ടൊമാറ്റോ അരച്ച് ഒഴിക്കുവാന്നേരം അതിനകത്ത് ഇച്ചിരി വെള്ളം കാണുമല്ലേ. അതല്ല, നമ്മൾ ടൊമാറ്റോ പ്യൂരോ മേടിക്കുവാന്നേൽ വെള്ളം കാണുമല്ലോ. അന്നേരം ഒരു ഇച്ചിരി വെള്ളം ഏതാണോ നമ്മുടെ എന്നാ പറയുന്നത് പൊടിയൊക്കെ ഇട്ടേക്കുമല്ലേ, അന്നേരം അത് ഇച്ചിരി ഒന്ന് വേവണം, ഒന്ന് ഇച്ചിരി മൂക്കണം. അന്നേരം അതിനായിട്ട് ഇച്ചിരി വെള്ളം കൊടുത്തേ ഒക്കത്തുള്ളൂ. ഇനി വെള്ളം ഒഴിച്ചേച്ച് ഇതിനകത്തൊരു ഇച്ചിരി നമ്മുടെ കസൂരി മേത്തിയില്ലേ, അത് ഇച്ചിരി ഇടണം. അതൊരു പിഞ്ച് ഇട്ടേച്ചാൽ മതി. കാര്യം എന്നാ വെച്ചാൽ അപ്പോഴപ്പോഴായിട്ട് ഇട്ട് കൊടുക്കേണ്ട സാധനമാണ്, അന്നേരം ആ ഫ്ലേവർ നിൽക്കത്തുള്ളൂ. ഇനി ഈ ഗ്രേവിക്ക് വേണ്ട കുറച്ച് ഉപ്പിടണം. എന്തായാലും ഞാനിപ്പോൾ ചേർത്തേക്കുന്നതിനൊക്കെ ഒരു ഇച്ചിരി മൂപ്പും കൂടെ വേണം. മൂപ്പ് കുറഞ്ഞു കഴിഞ്ഞേച്ച് അവസാനം രുചിയില്ല എന്ന് പറഞ്ഞാൽ ഓക്കെയല്ലോ. അന്നേരം എന്നാണെന്നറിയോ, ഞാൻ ഇച്ചിരി ക്ഷമയോടുകൂടിയൊക്കെ ഇത് മൂപ്പിക്കുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇച്ചിരി സമയം തരാമോ? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ക്ഷമയോടുകൂടി ഞാൻ എൻ്റെ എന്നാ പറയുന്നത് ആ ഉള്ളിയും എല്ലാം ആ ഇട്ട പൊടിയും എല്ലാം ഉണ്ടല്ലോ നല്ലതായിട്ട് വേവിച്ച് ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുത്തേ. പറ്റുന്തോറും ഞാൻ വെള്ളം ഒഴിച്ചുകൊണ്ടിരുന്നു. എന്നുവെച്ചുണ്ടല്ലോ നമുക്കറിയാമല്ലോ മൂത്ത് വരുന്ന ആ ഒരു പരുവം. ആ സമയത്ത് ഒരു ഇച്ചിരി മല്ലിയില, കറിവേപ്പില ഇല്ലാത്തതുകൊണ്ടാണ് മല്ലിയില എന്ന് വിചാരിക്കരുത്. ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷ് ആയതുകൊണ്ട് നമുക്ക് ഇച്ചിരി കൂടുതൽ മല്ലിയില ഇടുന്നതുകൊണ്ട് ദോഷമില്ല, പക്ഷെ ഒരുപാട് ഇടരുത്. പക്ഷേ നമുക്ക് ആ ഗ്രേവിക്ക് ഒരു ഇച്ചിരി മല്ലിയില വേണം, ഇല്ലെന്നല്ല ഞാൻ പറയുന്നത്, കുറച്ച് വേണം, എന്നാലും ഒരുപാട് ഇടണ്ട. ഇനി മല്ലിയില ഇട്ടേച്ച് നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ച കുറച്ച് പനീർ ഇരിപ്പുണ്ട്. അത് ഈ പറഞ്ഞ പോലെ കുറേശ്ശെ ഇട്ടിട്ട് ആ നമ്മൾ ഉണ്ടാക്കിയില്ലേ ഗ്രേവി, അതൊന്നകത്തൊന്ന് പുരട്ടിയെടുക്കണം. ഒത്തിരി ഒറ്റയടിക്ക് ഒന്നും ഇട്ടേക്കല്ല, കുറേശ്ശെ വീതം ഇട്ടേച്ചാൽ മതി. പിന്നെ ആണെങ്കിൽ ഈ പറഞ്ഞ കൂട്ട് എന്നാ പറയുന്നത് പനീർ ഇച്ചിരി ഒന്ന് ഷാലോ ഫ്രൈ ചെയ്താലും തരക്കേടില്ല. പക്ഷെ എന്നാന്നറിയാവോ, നമ്മൾ ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ഒന്നും ഉണ്ടല്ലോ ആ പനീറെ പിടിക്കുകയല്ല. ഇച്ചിരി അങ്ങോട്ട് കൂട്ടിയേച്ച് നമ്മുടെ പനീർ ഒന്ന് നല്ലതായിട്ട് പെരട്ടി ഇതിനകത്തോട്ടെടുക്കും. ഇച്ചിരി ഒന്ന് സൂക്ഷിച്ചൊക്കെ പെരട്ടാവുള്ളൂ കേട്ടോ. എന്നാന്ന് വെച്ചാൽ പനീർ ഞാൻ വറുത്തേക്കുമല്ല, ഇച്ചിരി ഒരു സൂക്ഷിച്ചില്ല എന്നുണ്ടെങ്കിൽ പനീറൊക്കെ അങ്ങ് പൊടിഞ്ഞു പോകും. ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമുക്ക് എന്നാ ചെയ്യണമെന്നറിയാം, നമ്മളൊരു ഫ്രഷ് ക്രീമില്ലേ അത് കുറച്ച് ഇതിനകത്ത് ഒഴിക്കണം. 3 വലിയ ടേബിൾ സ്പൂൺ ആണു അതിൻ്റെ കണക്ക്. ഇപ്പം ഞാൻ ഒരു 1.5 സ്പൂൺ ഒഴിച്ചേച്ച് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഒഴിക്കാം. ഇനി ഈ ക്രീം അങ്ങോട്ട് ആയതിനു ശേഷം ഇച്ചിരി ബാക്കി ഒരു ടീസ്പൂൺ ഗരം മസാലയാണ് പറഞ്ഞേക്കുന്ന, ഹാഫ് നമ്മൾ നേരത്തെ ഇട്ടു. ഇനി ഒരു ഹാഫ് ഗരം മസാലയും പിന്നെ നമ്മുടെ കസൂരി മേത്തിയും കൂടെ കുറച്ചിടണം.
ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ ഉണ്ടല്ലോ ശരിക്കും ഈ പറഞ്ഞ കൂട്ട് ഈ കസൂരി മേത്തി ഞാൻ എപ്പോഴും ഈ നോർത്ത് ഇന്ത്യൻ ഫുഡ് മേടിക്കുമ്പോൾ കാണുമ്പോൾ നമ്മുടെയൊക്കെ കറിവേപ്പില പോലെയാന്ന് തോന്നുന്നു ഇത്. അവരുടെ എല്ലാ കറിയിലും ഉണ്ട് ഈ സാധനം. ഇനി ഇതിൻ്റെ അടുത്ത് ബാക്കി 1.5 സ്പൂണും കൂടെ ഒഴിക്കുക. ഇനി കുറച്ച് കഴിയുമ്പോഴത്തേക്കാണെങ്കിൽ നമ്മുടെ ദേണ്ടേ ഞാൻ പറഞ്ഞില്ലേ നേരത്തെ ആ നെയ്യൊക്കെ ഇങ്ങനെ വരും സൈഡിൽ കൂടെയൊക്കെ. അന്നേരം ആ സമയത്ത് ഇത് നമ്മൾ കുറച്ച് നേരം ഓഫ് ചെയ്തിടുമ്പോഴത്തേക്കുണ്ടല്ലോ ആ നെയ്യ് നല്ലതായിട്ട് ഡ്രെയിൻ ഔട്ടായി മാറും. വേണ്ടിയവർക്കാണെങ്കിൽ ഡ്രെയിൻ ചെയ്ത് കളയാം. ഇനി നമുക്ക് തീ നല്ലതായിട്ട് ഓഫ് ചെയ്ത് വെച്ച് ഈ ചൂടോടെ തന്നെ നമുക്കൊരു എന്നാ പറയുന്നത് ഒരു 2 ക്യൂബ് ബട്ടർ കൂടുതൽ വേണമെങ്കിൽ ഇടാം. ഞാൻ ഇട്ടോട്ടെ ഒരെണ്ണം കൂടെ. പിന്നെ വൈറ്റ് കളറുണ്ട്, റെഡ് കളറുണ്ട്, ഓറഞ്ച് ഉണ്ട്, ഗ്രീൻ ഇല്ല അല്ലേ. കറിവേപ്പില ഇല്ലെങ്കിൽ തന്നെ നമുക്ക് മല്ലിയില ഇടാം. ഇത്രയേ ഉള്ളൂ പനീർ തവ മസാല. ഈ പറഞ്ഞ പോലെ എന്നാ നമുക്കൊരു തവ ഉണ്ടെങ്കിൽ അങ്ങനെ ചെയ്താൽ മതി. ഇനിയിപ്പം ഈ എന്നാ പറയുന്നത് ഈ അലങ്കോലമൊക്കെ ഒന്ന് മാറ്റിയാൽ മാത്രമേ നമുക്ക് സിട്രസ് സൺഷൈൻ എന്ന് പറയുന്ന ജ്യൂസ് ഉണ്ടാക്കാൻ ഒക്കത്തുള്ളൂ. പനീർ ഞാൻ എന്നാ പറയുന്നത് ഒരു ബൗളിലൊക്കെ ആക്കി ഇച്ചിരി ഒരു ഡെക്കറേഷനൊക്കെ ചെയ്ത്, അതായത് ഗസ്റ്റിനെയും നിങ്ങളെയൊക്കെ പേടിപ്പിക്കുന്ന രീതിയിൽ ഞാൻ ഇച്ചിരി ഡെക്കറേഷൻ ചെയ്തിട്ടുണ്ട്. ശരിയായോ എന്നൊന്നും എനിക്കറിയാൻ മേല. നല്ല ടേസ്റ്റ് ആട്ടോ. ചപ്പാത്തിക്കൊക്കെ ഒരു നേരം പോകാനൊക്കെ ഒരു ഡിഫറെൻറ്റ്. അതേപോലെ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു എന്നാ പറഞ്ഞേ ജ്യൂസിൻ്റെ കാര്യം. ഈ സിട്രസ് സൺഷൈൻ എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ട് നിങ്ങൾ പേര് കേട്ടിട്ടൊന്നും പേടിക്കരുത്. പിന്നെ നമ്മൾ നിത്യേന കുടിക്കുന്ന ജ്യൂസിൽ നിന്ന് കുറച്ചൊരു വ്യത്യാസമുണ്ട്. അപ്പോൾ ഈ വ്യത്യാസം കൊടുക്കുമ്പോഴത്തേനും ഉണ്ടല്ലോ മിക്കവാറും ഒന്നെങ്കിൽ ഒരു 10 കുറ്റം പറഞ്ഞാൽ ലാസ്റ്റ് കൊള്ളാം എന്ന് പറയും. അതുകൊണ്ട് ആദ്യമേ കുറ്റം പറയരുത്. കുടിക്കുമ്പോൾ ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റാണ്, എന്നാൽ നല്ല ടേസ്റ്റും ആട്ടോ. അപ്പോൾ അങ്ങനെ അതിനെന്നാക്കിയാണ് വേണ്ടിയെന്നുള്ളത് എന്നാന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് ഗുവ ജ്യൂസ് വേണം. പിന്നെ വേണ്ടിയത് കുറച്ച് ജ്യൂസ്, അതായത് ഓറഞ്ച് ജ്യൂസ്. ഈ ഓറഞ്ച് ജ്യൂസ് ഇച്ചിരി മതി. ബേസിക്കലി അതിന് ഇച്ചിരി ഒരു കയ്പ്പ് വരും. എന്നാന്ന് വെച്ചാൽ നമ്മൾ അതിൻ്റെ കുരുവൊക്കെ ചേർത്ത് അടിക്കുമ്പോഴത്തേന്. പിന്നെ പഞ്ചസാരയാണ് വേണ്ടിയത്. ഇതിന് ബേസിക്കലി കുറച്ച് പഞ്ചസാര ഇച്ചിരി കുറവാണ്. എന്നാലും നമുക്കൊരു ഇച്ചിരി പഞ്ചസാരയും കൂടി ഇല്ലേലുണ്ടല്ലോ നമുക്ക് അതിന് ഒരു ഇഷ്ടം പെടുകയില്ല. പിന്നെ എന്നാന്ന് വെച്ചാൽ ഇച്ചിരി ഉപ്പ് വേണം. ജ്യൂസിനകത്ത് എങ്ങനെയാണ് ഉപ്പ് എന്നല്ല ഇപ്പോൾ ആലോചിക്കുന്നത്. പക്ഷെ ഉപ്പ് ഇച്ചിരി ആയിടുന്നത് ഒരുപാടൊന്നും ഇടുകയില്ല. പിന്നെ കുറച്ച് ഒരു പിഞ്ച് എന്ന് പറയുന്നില്ല, 1/2 പിഞ്ച് കുറച്ച് ബ്ലാക്ക് സോൾട്ട്. പിന്നെ വേണ്ടിയത് കുറച്ച് മിൻറ്റ്. പിന്നെ കുറച്ച് നാരങ്ങ മുറിച്ചത്, അതായത് ലെമൺ വെഡ്ജസ് ആയത് അതും കുറച്ച്. ഇത്രേ വേണ്ടുള്ളൂ. എന്നേച്ച് കുറച്ച് നമുക്ക് എന്നാ പറയുന്നത് ഈ മിറൻഡ അങ്ങനെയൊക്കെ ഒരു ഫിസ് പോലെ വരണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്ലബ് സോഡായും കൂടെ ചേർക്കണം ഇതിൻ്റെ കൂടെ. ഇനി എന്നാന്ന് വെച്ചാൽ നമ്മൾ മിക്സിയിൽ അടിക്കുകയില്ല. അതിന് പകരം എന്നാ പറയുക നമ്മുടെ ഇടികല്ലില്ലേ, ഇടികല്ലിൽ വെച്ച് നമുക്ക് 2-3 സാധനം ഒന്ന് ചതച്ചെടുക്കണം. അത് ഞാൻ കാണിച്ചു തരാം. ഇതിനകത്തോട്ട് നമുക്കിപ്പോൾ 2 ഗ്ലാസ്സിനാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അന്നേരം ഈ ലെമൺ വെജസ് ആണെങ്കിൽ ഞാൻ വേണ്ട ഈ ഷേപ്പിനാണ് മുറിച്ചേക്കുന്നത്. അതല്ല ഒറ്റ ഇങ്ങനെ ഈ നാരങ്ങ ഉപ്പിലൊക്കെ എടുത്തില്ലേ അച്ചാറിടുന്ന കൂട്ടത്തിലാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ 2 കഷ്ണം എടുത്താൽ മതി. ഇങ്ങനെ ആണെന്നേലും ഞാനൊരു 4 കഷ്ണം. ഇനി എന്നാന്ന് വെച്ചാൽ മിൻറ്റ് അല്ലേ. മിൻറ്റ് ബേസിക്കലി നല്ലൊരു റിഫ്രഷിങ് സാധനമാണ്. അന്നേരം ഒരു 2-3 എണ്ണം ഇടാം കേട്ടോ. ഇനിയാണ് ഞാൻ പറഞ്ഞ് ഒരു എന്നാ പറയുന്നത് ബ്ലാക്ക് സോൾട്ട് ഇടുമ്പോഴത്തേക്കുണ്ടല്ലോ ഒരു ഇച്ചിരി, ഞാൻ പറഞ്ഞില്ലേ ബേസിക്കലി അതിനൊരു തന്തൂർ എഫക്റ്റ് വരും. അതുകൊണ്ട് ചിലർക്കൊന്നും അത് പിടിക്കുകയില്ല. അതുകൊണ്ട് എന്നാന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുമ്പോഴത്തേന് ഒരു ഇച്ചിരി. പിന്നെ ആണെങ്കിൽ നമ്മുടെ ഉപ്പ്, ഇന്തുപ്പ് ഇച്ചിരി ഉപ്പ് കൂടുതലാണ്. അന്നേരം ഇതും ഒരു 1/2 പിഞ്ചൊക്കെ ഇട്ടേച്ചാൽ മതിയേ. ഒരു 2 ഗ്ലാസിൻ്റെ അരിയാണ് ഞാനീ പറയുന്നത്. ഇത് അങ്ങോട്ട് ഇട്ടേച്ച് ഇനി ആരോടെങ്കിലും വലിയ ദേഷ്യമൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ ഉള്ള ദേഷ്യം ഇതിനകത്ത് തീർക്കുക. ഇനി ഇത് നമ്മൾ സ്മാഷ് ചെയ്തില്ലേ. ഇനി എന്നാന്ന് വെച്ചാൽ എൻ്റെ ഒരു അളവ് ഗ്ലാസ്, ഇതിപ്പോൾ അളവ് ഗ്ലാസ് ആണെന്നൊന്നും പറയാൻ ഒക്കുകയില്ല. എനിക്ക് ഒരു അളവ് ഗ്ലാസ് എന്ന് പറയുന്നത് നമ്മൾ ഏത് അളവ് ഗ്ലാസ് എടുക്കുവാന്നേലും അതിന് ഒരു 3/4 പോർഷൻ ഓഫ് ഗോവ ജ്യൂസ് എടുക്കണം. ഏത് ഗ്ലാസ് ആയാലും
3/4 കപ്പ്. പേരയ്ക്ക അടിച്ചെടുക്കുവാന്നേൽ കുറച്ചുകൂടെ നമ്മൾ ഫ്രഷ് ആയിരിക്കും. അപ്പോഴത്തേനും ഉണ്ടല്ലോ ഒരു കാര്യം ഞാൻ പറയാം, ഫ്രഷിനോളം വലിയ ഇല നമ്മൾ മേടിക്കുന്നത് എപ്പോഴും ഫ്രഷ് എടുത്താൽ മതി കേട്ടോ. വേണ്ടേ 3/4 കപ്പ്. അതിൻ്റെ ബാക്കി നമ്മൾ ഓറഞ്ച് ജ്യൂസും കൂടെ ഇതിനകത്ത് ഒഴിച്ച് ഫുൾ കപ്പാക്കുക. ഓറഞ്ച് ജ്യൂസ് ഒത്തിരി ഒന്നും ഒഴിച്ചേക്കരുത്. പറയുന്നത് എന്നാന്നോ, അതിനൊരു ഇച്ചിരി കയ്പില്ലേ, അത് പിന്നെ നമ്മൾ കോഫ് സിറപ്പൊക്കെ കുടിച്ച പോലെ ഇരിക്കും. എന്നാന്ന് വെച്ചാൽ നമ്മൾ ഈ ദേഷ്യം തീർത്ത് വെച്ചേക്കുന്നില്ലേ, അതിനകത്തോട്ട് നമ്മൾ ഈ മിക്സ് ചെയ്ത ജ്യൂസ് ഇത് നല്ലതായിട്ട് ഇളക്കുക. ഇതിനകത്തോട്ടാന്നു ഞാൻ പറഞ്ഞ, ഇനി ഒന്നെങ്കിൽ ഹെൽത്ത് കോൺഷ്യസ് ആണെങ്കിൽ ഓപ്ഷൻ ഉണ്ട് തേനിടാം. പക്ഷേ തേൻ കുടിച്ചാൽ ഞാൻ മെലിഞ്ഞു പോകല്ലേ, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇടുക. ഇതിപ്പോൾ 1.5 സ്പൂണാണ് ഞാൻ ഇട്ടേക്കുന്നത്. ഇതേപോലെ നമുക്ക് 1 കപ്പ് കൂടെ എടുക്കണം. അളവ് തെറ്റാതിരിക്കാൻ വേണ്ടി ഞാൻ പറയുക, അതുകൊണ്ട് ഞാൻ സെപ്പറേറ്റ് കാണിക്കുന്നത്. അതേപോലെ 1 കപ്പ് കൂടെ ഇതിനകത്ത്. നല്ലതായിട്ട് ഇറുക്കി അടച്ചോണം, ഇല്ലെങ്കിൽ ജോലിയാവും. ഇത് തന്നെ എനിക്ക് ജോലിയാവുമോ എന്ന് എനിക്കറിയാൻ മേല. ഇല്ല കേട്ടോ, വലിയ കുഴപ്പമില്ല. അതല്ല ഓറഞ്ച് ജ്യൂസൊക്കെ നല്ല ഫ്ലേവർ ഇഷ്ടമാണെങ്കിൽ അത് ചെയ്യാം. പേരക്കായുടെ ഇഷ്ടമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഞാൻ പക്ഷേ ഇത് ബാക്കി വന്ന 2 വെച്ച് ചെയ്തപ്പോൾ കിട്ടിയതാണ്. അതുകൊണ്ട് ഇനി വേറെ ജ്യൂസസൊക്കെ ഞാൻ ട്രൈ ചെയ്യുന്നുണ്ട്. ട്രൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുമിച്ചുണ്ടാക്കാം കേട്ടോ. ഐസായി വരുന്നതേ ഉള്ളൂ. എന്നേച്ച് ഒരു സ്പൂൺ എടുത്തിട്ടേ ഈ സോഡ ഉണ്ടല്ലോ ഇതിനകത്തോട്ട് അങ്ങ് മിക്സ് ആവണ്ട, അതിന് വരെ ഇച്ചിരി മേലോട്ട് നിന്നേച്ചാൽ മതി. അതിനെന്നാ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതൊരു ട്രിക്കാണ്, മിക്കവർക്കും അറിയായിരിക്കും. എന്നാന്ന് വെച്ചാൽ നമ്മുടെ ഗ്ലാസിൻ്റെ സൈഡിലോട്ട് ഈ സ്പൂൺ ഒന്ന് തൊട്ടിക്കണം. ഈ തൊട്ടിട്ട് ഇതിനകത്തോട്ട് ഇങ്ങനെ ഒഴിച്ചേച്ചാൽ മതി. ഇത് എന്തായാലും ഐസ് ഇട്ടേക്കുക. നമുക്ക് ജ്യൂസ് തന്നെ, തണുത്ത ജ്യൂസല്ലേ ഏറ്റവും നല്ലേ. ഇനിയിപ്പോൾ നമ്മുടെ ഗസ്റ്റ് വന്ന ടേബിളിൽ ഇരിക്കുവാന്നേൽ ഇങ്ങനെ ഡയറക്റ്റ് കൊടുക്കാം. അതല്ല ഇപ്പോൾ ഈ പറഞ്ഞ കൂട്ട് നമ്മുടെ ഗസ്റ്റിന് വരാൻ ഇച്ചിരി നേരം ഉണ്ടല്ലോ, അന്നേരം ഞാനിത് ഫ്രിഡ്ജിൽ വെക്കാവേ. പക്ഷെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ ഈ ഗസ്റ്റ് ആരാന്നൊന്നും പറഞ്ഞില്ലല്ലോ. നമ്മൾ ഇത്രയും ഇവിടെ വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്യുന്നത് എന്ന് വെച്ചാൽ ഗസ്റ്റിനെ കുറിച്ച് ആരെങ്കിലും എന്നെ ഒന്ന് ഓർമ്മിപ്പിച്ചോ കണ്ടോ. അപ്പോൾ പക്ഷേ ഞാൻ പറഞ്ഞിട്ട് കാര്യം എന്നാ, പരിഭവം പറഞ്ഞിട്ട് കാര്യമാവോ? നിങ്ങൾക്ക് അറിയാൻ മേലല്ലോ ആരാ വരുന്നതെന്ന്. എന്നാൽ ഞാൻ പറയാം കേട്ടോ ആരാ വരുന്നതെന്ന്. ഇന്ന് നമ്മുടെ ഡയറക്ടർ രാജസേനൻ സാറും വൈഫാണ് വരുന്നത്. സാറിൻ്റെ ഒരു മൂവി ഞാൻ ചെയ്തിട്ടുണ്ട്, എല്ലാവരും കണ്ടു കാണും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. സ്വപ്നലോകത്തെ ബാലഭാസ്കറാണ് ഞാൻ സാറിൻ്റെ കൂടെ വർക്ക് ചെയ്ത ഒരു മൂവി. സാറ് വളരെ നല്ലൊരു ഭയങ്കര ഒരു പ്ലസൻ്റ് ആ പുള്ളി. എപ്പോഴും കുടുംബ ചിത്രങ്ങളാണ് അദ്ദേഹം കൂടുതൽ എടുക്കുന്നത്. ഇതിൽ ശരിക്കും സാറിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടല്ലോ, സാറിനായിട്ടൊരു ചെറിയൊരു ഇൻസിഡൻറ്റ് എനിക്ക് വന്നിട്ടുണ്ട്. കാര്യം എന്ന് വെച്ചാൽ സാർ ഫസ്റ്റ് മൂവിയിലേക്ക് എന്നെ വിളിച്ചപ്പോൾ ഒരു ഡേറ്റ് ക്ലാഷ് എനിക്ക് ഉണ്ടായി. അപ്പോഴത്തേക്കും സാറിനാണ് ഞാൻ ആദ്യം വാക്ക് കൊടുത്ത് ആ പടം ചെയ്തു തരാം എന്ന് പറഞ്ഞിട്ട്. പക്ഷേ ഒരു ഡേറ്റിൻ്റെ പ്രശ്നം വന്നപ്പോഴത്തേക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ സെക്കൻഡ് ഞാൻ ഈ ലോകത്തെ ബാലഭാസ്കർ ചെയ്യാൻ പോയപ്പോൾ ശരിക്കും സാറിന് ആ ഒരു ദേഷ്യമോ അങ്ങനെ ഒന്നും എന്നോട് കാണിക്കാതെ ശരിക്കും എന്ത് നല്ലതായിട്ടാണ് എനിക്ക് ആ പടത്തിലെല്ലാം പറഞ്ഞു തരികയും നല്ല കോപ്പറേറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തതാണ് സാറ്. അതുകൊണ്ട് സാർ ഇറ്റ്സ് എ പേഴ്സൺ ഓഫ് എ ഗുഡ് ഹാർട്ട്. അത് പറയാതിരിക്കാൻ ഒക്കെയല്ല. പിന്നെ സാറിൻ്റെ ഫിലിമിനെ കുറിച്ച് പറയുവാണെങ്കിൽ ശരിക്കും ഒത്തിരി ചിരിക്കാനുണ്ട് അല്ലേ. സാറിൻ്റെ ഓരോ പടത്തിലും എന്നാ ഹ്യൂമേഴ്സാണ് സാറ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഈ പറഞ്ഞ കൂട്ട് സാർ വന്നിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചോദിക്കാം കേട്ടോ. സാറിന് കൊടുക്കാൻ വേണ്ടിയാ വേണ്ട എൻ്റെ ഈ പരീക്ഷണം. നമുക്ക് എന്തായാലും സാർ കുടിക്കുമ്പോൾ മൊത്തത്തോട് തന്നെ ശ്രദ്ധിക്കാം കേട്ടോ. പക്ഷെ പ്രശ്നമൊന്നുമില്ല, നല്ല ഡ്രിങ്കാണ്.
നമസ്തേ സർ. ഞാൻ എൻ്റെ അടുക്കള ഒതുക്കിയില്ല. ഫസ്റ്റ് ഇംപ്രഷൻ ഇച്ചിരി പോവരുത്. ഞാൻ എന്നാന്നറിയോ, ധൃതി പിടിച്ച് സാറിന് വേണ്ടി എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരുന്ന സമയത്ത് വന്നോണ്ട് എൻ്റെ അടുക്കള ഇത്ര വൃത്തിയേ ഉള്ളൂ. ചേച്ചി ഇങ്ങനെ ആയിരിക്കണല്ലോ അല്ലേ? ധൃതി പിടിച്ച് ചെയ്യുമ്പോ ഇങ്ങനെയല്ലേ ആവത്തുള്ളൂ. അയ്യോ, ഫുഡും ജ്യൂസും എല്ലാം റെഡിയാണ്. പക്ഷെ എന്റെ അടുക്കള ഒരു കുഴഞ്ഞ പരുവായതോടെ ഒരു ഇംപ്രഷൻ പോവരുതെന്ന് നേരത്തെ പറയുക. എന്തൊരാശ്വാസം. ഇന്ന് സാറിന് സർ ഞാനിന്ന് വെജിറ്റേറിയനാണ് ഉണ്ടാക്കിയേ. വിളിച്ച് സാറിന് ചോദിച്ചപ്പോ എന്നാ സർ വെജിറ്റേറിയൻ പറഞ്ഞ് നോൺ വെജ് ഒന്നും കഴിക്കും. പിന്നെ ആരോഗ്യപരമായിട്ട് കുറച്ച് ദിവസങ്ങൾ ഇങ്ങനെ വെജ് മാത്രം കഴിക്കുന്നതല്ല. ഓ, ആരോഗ്യപരമായി നോക്കുമ്പോ വെജ് കഴിക്കണം എന്ന്. തീർച്ചയായിട്ടും. ഓക്കെ, അതായിരിക്കും സർ സ്റ്റിൽ എവർഗ്രീൻ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത്. അതിന്റെ കംപ്ലീറ്റ് ക്രെഡിറ്റ് ചേച്ചിക്ക് കൊടുത്തോട്ടെ. ഇപ്പൊ ശരിക്കും ഞാൻ സാറിനോട്, ഞാൻ എൻ്റെ പ്രേക്ഷകരോട് തന്നെ പറയുമായിരുന്നു, സർ ഇറ്റ്സ് എ വെരി ഹംബിൾ പേഴ്സൺ. കാര്യം നേരത്തെ പറഞ്ഞില്ലേ സാറിന്റെ ഒരു ഡേറ്റുമായിട്ട് എനിക്കൊരു ക്ലാഷ് വന്നു ചേച്ചി. ആദ്യം ഏതാണെന്നറിയോ, അനിയൻ ബാവ ചേട്ടൻ ബാവയിൽ എന്നെ ഫസ്റ്റ് വിളിച്ചേ. പക്ഷെ ഞാൻ സെക്കൻഡ് സാറിന്റെ പടത്തിൽ വന്നപ്പോഴത്തേക്ക് സർ എന്നോട് ആ ഒരു ദേഷ്യമേ കാണിച്ചില്ല. ഞാൻ ശരിക്കും പതുങ്ങി ഇപ്പം എന്നോട് ദേഷ്യം കാണിക്കും, ദൈവമേ ഒരു ഷോട്ട് പറയുമ്പോഴത്തേക്ക് ആ ദേഷ്യം മുഴുവൻ തീർക്കുമായിരിക്കും എന്നൊക്കെ ഒരു ഇംപ്രഷനിലാണ് ഞാൻ സത്യം പറഞ്ഞ ആ സെറ്റിൽ ചെന്നത്. പക്ഷെ ആദ്യം ചെന്ന് കയറിയപ്പോൾ തന്നെ സാറിനോട് ഒരു വലിയ സോറി പറഞ്ഞു. പക്ഷെ ആ സാറിന്റെ ഒരു അപ്രോച്ച് ടുവേർഡ്സ് മീ വാസ് എൻറ്റയർലി ഡിഫറെന്റ്. മനഃപൂർവ്വം, അതായത് അങ്ങനെ ഒരു കാര്യം ഉണ്ടാവുമെന്ന് എനിക്കറിയാം. ചെറിയ കുട്ടിയല്ലേ, അപ്പോൾ ഒരു പഴയ ഒരു വൈരാഗ്യമോ എന്തെങ്കിലും കാണും. പിന്നെ ചില ഡയറക്ടേഴ്സ് ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പഴയ ദേഷ്യം വെച്ചിട്ട് ലൊക്കേഷനിലിട്ട് ചീത്ത വിളിക്കാൻ. ശരിയാ, അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട്. ശരിയാ. അപ്പൊ ശരിക്കും മനഃപൂർവ്വം അല്ല ചേച്ചി, എനിക്ക് അങ്ങനെ ഒരു ക്ലാഷ് വന്നു പോയി. പക്ഷെ സാറ് അന്ന് തുടങ്ങിയതാ എനിക്ക് ചേച്ചിയായിട്ടുള്ള ഒരു നല്ല ബന്ധം. ശരിക്കും ദേവുവിനെ ഞാൻ, സാറിന്റെ മോള് ദേവു എനിക്ക് നേരത്തെ അറിയാവുന്നതുകൊണ്ട് ഞാൻ ഇത്രയും നേരത്തെ പറയുന്നത് കേട്ടോ. മോള് 7 വയസ്സേ ഉള്ളൂ. അവളുമായിട്ട് എനിക്ക് അത്രയും അറ്റാച്ച്മെന്റ് ആയതും ഒക്കെ ആ ഒരൊറ്റ പടത്തിലാണ്. ചേച്ചിയൊക്കെ വന്നപ്പോ എനിക്ക് ഭയങ്കര ഒരു സപ്പോർട്ട് കെട്ടി കൊടുക്കുമായിരുന്നു. ശരിയാ ചേച്ചി, ശരിക്കും ചേച്ചി വാനിയും കൂടെ ഇടയ്ക്ക് ബ്രേക്ക് സമയത്തൊക്കെ മുടിയെല്ലാം കെട്ടി. സാറിന്റെ ലൊക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്ര കംഫർട്ട് ആയിരുന്നു. സാർ എന്നോട് ആ ദേഷ്യമേ കാണിച്ചില്ല. അന്ന് എനിക്ക് സാറിനോട് ഭയങ്കര ഒരു റെസ്പെക്റ്റും എല്ലാം തോന്നി. ഞാൻ എൻ്റെ പ്രേക്ഷകരോടും പറയുമായിരുന്നു, സാർ ഇത് മാത്രമല്ല സാറിന് വേറൊരു ഇമേജ് ഉണ്ട്, ഭയങ്കര ഇവന്റ് മാനേജ്മെന്റ് നടത്തുന്നുണ്ട് സാറ്, ഭയങ്കര ഒരു ഗായകനാണ് സാർ, നല്ലതായിട്ട് തബല വായിക്കും. പിന്നെ ഈ പറഞ്ഞ സാറിന്റെ ഈ ഇടയ്ക്ക് അല്ല കുറച്ച് ദിവസം മുന്നേ ഞാൻ സാറിന്റെ ഒരു ഫിലിം സിത്താര ചേച്ചിയുടെ കൂടെ കണ്ടു. അതിന് നല്ലൊരു അഭിനേതാവാണ്. എന്നൊക്കെയാ സാറിനെ പറ്റി നമ്മൾ അറിയുന്നത്. ശരിക്കും ഒരു ഹാറ്റ്സ് ഓഫ് സർ. ഇത് ഈ പറഞ്ഞ കൂട്ട് നമ്മൾ ഇവിടെ നിന്നേച്ച് പറ്റത്തില്ലല്ലോ. എൻ്റെ പരീക്ഷണ ജ്യൂസ് ഉണ്ട്, അതെല്ലാം കൊടുത്ത് സാറിന്റെ കഴിവുകൾ നമ്മൾ ഇനിയും കൂട്ടാം. സർ വരണം. ഇന്ന് ശരിക്കും സാർ വെജിറ്റേറിയൻ പറഞ്ഞുകൊണ്ടുണ്ടല്ലോ, എൻ്റെ പ്രേക്ഷകർ ഭയങ്കര പരാതിയായിരുന്നേ. എപ്പോഴും ചിക്കനും മീനും ഒക്കെയാണ് വെക്കുന്നത്, ഒരു വെജിറ്റേറിയൻ പോലും കാണിക്കുകയില്ലെന്ന്. അതുകൊണ്ട് ഇന്ന് സാർ പറഞ്ഞുകൊണ്ട് എൻ്റെ പ്രേക്ഷകർക്ക് ഞാനൊരു വെജിറ്റേറിയൻ ഡിഷാണ് ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് പ്രേക്ഷകർ മിക്കവാറും സ്പെഷ്യൽ താങ്ക്സ് സാറിന് പറയും. സാർ ഇതെൻ്റെ ഒരു പരീക്ഷണ വസ്തുവാണേ. പരീക്ഷണങ്ങളൊക്കെ ഞങ്ങളുടെ മണ്ടയ്ക്ക് വെക്കാനുള്ള പരിപാടിയാണ്. അങ്ങനെ മണ്ടയ്ക്ക് വെക്കുകയല്ല. കാര്യം പാവം എൻ്റെ ഏട്ടന്റെ നേരെ ഞാൻ പരീക്ഷിച്ചിട്ടേ ബാക്കിയുള്ള കൊടുക്കും. ഷൂട്ടിംഗ് ഉള്ളപ്പോഴൊന്നും കൊടുക്കല്ലേ കേട്ടോ. ഇല്ല അതിന് മുന്നേ ഒന്നെങ്കിൽ ഷൂട്ടിങ്ങിന് പോകുന്നതിന് ഒരാഴ്ച മുന്നേ പരീക്ഷണമൊന്നുമില്ല. ഒരു ദിവസം എക്സ്പെൻസിന് 3 ലക്ഷം രൂപ വരെ ആവും. ചെയ്യല, ഇനി ഒട്ടും ചെയ്യല, ഇനി പറഞ്ഞ സ്ഥിതിക്ക് ഒട്ടും ചെയ്യല. ചേച്ചി വീട്ടില് ചേച്ചി പരീക്ഷിക്കാറില്ലേ? ഉണ്ട്. ഫുഡൊക്കെ ആദ്യം സ്വയം പരീക്ഷിക്കും, അങ്ങനെയാണല്ലോ. ഏട്ടനെല്ലാം പരീക്ഷിച്ച് കൊടുത്തേച്ച് ഞാൻ തിരത്തുള്ളൂ. ഏട്ടൻ ആദ്യം ഒരു ഇച്ചിരി ഇങ്ങനെ എടുത്തേച്ച് കഴിച്ചൊക്കെ നോക്കും. കഴിച്ചു നോക്കിയിട്ട് ഇനി വേണ്ടാട്ടാ എന്ന് പറഞ്ഞ് അങ്ങ് വെക്കും. ചേച്ചി എന്തൊക്കെ പരീക്ഷിക്കുന്നത്? നോൺ വെജിലാ വെജിലാ? എല്ലാത്തിലും ഉണ്ട്. ചിക്കനിലൊക്കെ ചില ഡിഫറെന്റ് ആയിട്ട് പേരൊന്നും ചോദിക്കരുത്. അങ്ങനെ പരീക്ഷിക്കുന്ന ആൾക്കാരോട് പേര് ചോദിക്കാറില്ല, ഞങ്ങൾ സ്വയം ഇടാറ്. പേര് വേണമെങ്കിൽ ഞങ്ങൾക്ക് സ്വയം ചിക്കൻ മനസ്സിലായി. ചേച്ചി നമ്മുടെ നാടൻ ഫ്ലേവേഴ്സ് ആണോ പരീക്ഷിക്കുന്നത്, അതോ കുറച്ച് സോസ് ഒക്കെ ചേർത്ത് അങ്ങനെയാണോ? സോസ് ഒക്കെ ചേർത്ത് ചിലപ്പോൾ ചിക്കൻ ഫ്രൈ ഒക്കെ ചിലപ്പോൾ ഡിഫറെന്റ് ആയിട്ടൊക്കെ ചെയ്യാറില്ലേ? ചോദിച്ചു നോക്ക്. ചിക്കൻ ഫ്രൈ ഉണ്ട്. ഉപയോഗിച്ചിട്ട് മറ്റേ സോയാ സോസും ഒക്കെ മുട്ടയെല്ലാം ചേർത്തിട്ട് ഫ്രൈ ചെയ്യാറില്ലേ? അതുണ്ട്, അത് കൊള്ളാം. പിന്നെ എരിവില്ലാതെ ഒരു ചിക്കൻ ഫ്രൈ ഉണ്ടാക്കാറില്ലേ? എരിവില്ലാതെ ഒരു തരം. അതൊക്കെ നല്ല കാര്യമല്ലേ ചേച്ചി, വേഗം പറഞ്ഞു. ഒരുപാട് എരിവില്ലാതെ ചിക്കന്റെ ആ ഇതിങ്ങനെ തന്നെ കാണാം, ആ മാംസത്തിന്റെ ഒരു ഇങ്ങനെ തന്നെ കാണാം. വലിയ
അല്ല വേവും വേവിച്ചിട്ട് അതിലൊന്നും അധികം ഇടത്തില്ല. അങ്ങനത്തെ എന്തോ ഒരു സംഭവം ഉണ്ട്. അതിപ്പോ സാറാണോ ചെയ്യുന്നത് ചേച്ചിയാണോ ചെയ്യുന്നത് അല്ലേന്നൊരു ചോദ്യം അതിന്റെ ഇടയിൽ. പല വെറൈറ്റി ഉണ്ടാക്കും, ചിക്കനിൽ പല വെറൈറ്റി ഉണ്ടാക്കും. സാറിന് ഏറ്റവും ഇഷ്ടമുള്ളത് ഏതാ? ഏറ്റവും നന്നായിട്ട് ഉണ്ടാക്കുന്ന മട്ടൻ കറിയാണ്. മട്ടൻ നാടൻ കറി. മട്ടൻ നാടൻ കറി ഉണ്ടാക്കുമ്പോ എനിക്കും കൂടെ കുറച്ചുണ്ടാക്കി തരണേ. തീർച്ചയായിട്ടും. അല്ല ഒരു ദിവസം വന്നാൽ മതി. പിന്നെന്താ പറയാ, എന്റെ ഏട്ടന്റെ ഏറ്റവും ഫേവറേറ്റ് ആണ് മട്ടൻ. ദേവുവിന്റെ ചിക്കൻ ഇഷ്ടല്ലേ? അല്ല, മട്ടണാണ്. ഈ മട്ടൻ കറിയാണ് അമ്മ വെക്കുന്ന മട്ടൻ. ഇങ്ങനെയൊക്കെ പറഞ്ഞ പലർക്കിട്ടും കൊള്ളൂ. ഷാജി കൈലാസ് ഇപ്പൊ ഇങ്ങനെയായി, മിസ്സസ് ഷാജി കൈലാസ് ഇങ്ങനെയായി, അതാണ് അവസ്ഥ. പക്ഷെ ദേവു ഇപ്പൊ നല്ല കുട്ടിയല്ലേ? യോഗ ചെയ്ത് കുറയ്ക്കുന്നുണ്ട്. അപ്പോഴും മട്ടൺ കുറച്ചിട്ടില്ല, യോഗ ചെയ്ത് കുറയ്ക്കും. യോഗ കൂട്ടി മട്ടനും കൂട്ടി. എന്തായാലും നല്ല സന്തോഷം സാർ. എന്റെ ഒരു കുഞ്ഞ് അടുക്കളയിലേക്ക് വന്നതിൽ വളരെ സന്തോഷമുണ്ട് ചേച്ചി. അതുപോലെ ഇത്രയും ഫ്രീ ആയിട്ട് ആനിയെ കിട്ടാറില്ല. സാധാരണ നമ്മൾ ഒരുമിച്ച് കല്യാണങ്ങളിൽ ഫംഗ്ഷനിലൊക്കെയാണ് കാണാറുള്ളത്. അപ്പൊ ഒരു ഹായ് പറഞ്ഞാണ് പിരിയാറുള്ളത്. ഇത്രയും സംസാരിക്കാൻ ഒരു അവസരം കിട്ടിയത് ഇപ്പോഴാണ്. അതാ സത്യം. പിന്നെ വർത്താനം പറയാൻ നോക്കുമല്ലോ, അവരിങ്ങനെ വന്നേച്ച് നമ്മളെ അങ്ങ് ഇരുത്തി കഴിഞ്ഞാൽ പിന്നെ അനങ്ങാൻ നോക്കുവല്ലോ. പോയ കസേരയും പോകും. അതും സത്യം. അതുകൊണ്ട് ഇന്നത്തിന് പിന്നെ അനങ്ങുവേലേ. എന്തായാലും സാർ ഇവിടെ വന്ന സ്ഥിതിക്ക് എനിക്ക് സാറിന് കുറച്ച് വിശേഷങ്ങൾ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. സാർ എന്നാന്നോ, സാർ ഇപ്പം ഡയറക്ടർ ആവുന്നതിന് മുന്നേ സാറിന്റെ നാട്ടിൽ ഓഫ്കോഴ്സ് ഏതൊരു വ്യക്തിയാണെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായിരിക്കും. അതായത് ഇപ്പോൾ സാറിൻ്റെ നാട്ടിൽ രാജസേനൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തി. ആ വ്യക്തിയെക്കുറിച്ച് അല്ലെങ്കിൽ ആ കലാകാരനെ കുറിച്ച് സാർ നമുക്ക് അവിടെ നിന്ന് തുടങ്ങാം. ഞാനൊരു ഡാൻസ് മാസ്റ്ററുടെ മകനാണ്. ഓക്കെ. മരുതൂർ അപ്പക്കുട്ടൻ നായർ എന്ന് പറയുന്ന കേരള നടനം ഗുരുഗോപിനാഥിൻ്റെ അടുത്ത് നിന്ന് പഠിച്ച ഒരു കലാകാരനായിരുന്നു അച്ഛൻ. അച്ഛൻ മരിച്ചിട്ട് ഇപ്പോൾ 7 വർഷം കഴിഞ്ഞു. ഓക്കെ. ഞാനും കുട്ടിക്കാലത്ത് ഡാൻസ് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അച്ഛൻ്റെ ഡാൻസ് ക്ലാസ്സിൽ തബല വായിച്ചാണ് തബല പഠിച്ചത്. സാറിന് ഇഷ്ടപ്പെട്ട് പഠിച്ചതാണോ അതോ? അല്ല, അച്ഛൻ തന്നെ, അതായത് പല തബലക്കാരും സമയത്ത് കളിപ്പിച്ച് പ്രോഗ്രാമിനൊക്കെ ഒരുപാടാകുമ്പോൾ അച്ഛൻ പറയും, നീ പഠിക്കുന്നതിനിടയ്ക്ക് നിൻ്റെ പഠിത്തത്തിനിടയ്ക്ക് ഇതും കൂടെ ഒന്ന് പ്രാക്ടീസ് ചെയ്യും. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിന് നീ എന്നെ വായിച്ചാൽ മതിയല്ലോ, പിന്നെ ടെൻഷൻ ഇല്ലല്ലോ. അങ്ങനെ ക്ലാസ്സിൽ വായിച്ചാണ് ജതികൾ, ഡാൻസ് അറിയില്ല, ഡാൻസറാണല്ലോ, ജതികളൊക്കെ വായിച്ച് നാടകളൊക്കെ വായിച്ച് അങ്ങനെയാണ് തബല പഠിച്ചത്. പിന്നെ ഈ പറഞ്ഞ പോലെ രാമായണം കളിക്കുന്ന സമയത്ത് അതിൽ മാനിൻ്റെ വേഷം കുട്ടി ആയിട്ടുന്ന സമയത്ത് ചെയ്തിരുന്നു. അങ്ങനെയൊക്കെ കുറേ കലാപ്രവർത്തനങ്ങൾ അന്ന് ഉണ്ടായിരുന്നു. പിന്നെ ഒരു പരിചയം കൂടെ ഉണ്ട്, നാടക പരിചയം. ജി ശങ്കരപ്പിള്ള സാറിനെ കേട്ടിട്ടുണ്ടാവുമല്ലോ, മരിച്ചുപോയി, മഹാനായ നാടക പണ്ഡിതൻ. അപ്പോൾ കുട്ടികൾക്ക് നാടകവേദി എന്ന് പറഞ്ഞൊരു സങ്കല്പം പണ്ടുണ്ടായിരുന്നു. അത് സൗത്ത് ഇന്ത്യയിൽ എങ്ങുമില്ലായിരുന്നു. ആദ്യമായിട്ടാണ് കുട്ടികളുടെ നാടകവേദി എന്ന് പറയുന്നൊരു സംഭവം വാമനപുരത്തുണ്ടാകുന്നത്. വാമനപുരമാണ് എൻ്റെ അമ്മയുടെ നാട്. അപ്പോൾ എൻ്റെ മാമനൊരു ഭാസ്കര സാറുണ്ട്, അധ്യാപകനാണ്. അദ്ദേഹം ഒരു ദിവസം അച്ഛനോട് പറഞ്ഞ് ഇങ്ങനെ കുട്ടികളുടെ നാടകവേദി ഉണ്ടാക്കുകയാണ്. അപ്പോൾ അത് ജി ശങ്കരപ്പിള്ള സാറിൻ്റെ നേതൃത്വത്തിലാണ്. അതിൻ്റെ തൊട്ട് താഴെ വയലാവാസുവും പിള്ള സാറ്, അതിൻ്റെ തൊട്ട് താഴെ ഈ അടുത്ത കാലത്ത് മരിച്ച കൊച്ചുനാരായണപിള്ള സാറ്. കൊച്ചുനാരായണപിള്ള സാറ് ആ സ്കൂളിൽ വാമനൂർ UP സ്കൂളിൽ അധ്യാപകനുമാണ്. അപ്പോൾ എന്നെ കൂടെ വിടണമെന്ന് പറഞ്ഞു. അപ്പോൾ അന്ന് നിക്കറിട്ട് നടക്കുന്ന കാലം. അപ്പോൾ എന്നെ കൊണ്ടുപോകുന്നത് അതിനകത്ത് വേഷം ചെയ്യാൻ വേണ്ടിയാണ് കൊണ്ടുപോകുന്നത്. അവിടെ ചെന്നപ്പം ഈ നാടക സംഘത്തിൻ്റെ പേര് രംഗപ്രഭാത്, അതും പറയാൻ വന്നതാണ്. അവിടുത്തെ ആദ്യത്തെ ടീമിൻ്റെ ഫോട്ടോയിലുണ്ട് ഞാൻ, ആദ്യത്തെ ടീമിലുള്ളതാണ്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ അതിൻ്റെ പശ്ചാത്തല സംഗീതമെല്ലാം നാടൻ ഉപകരണങ്ങൾ, ഈ സംഗീത ഉപകരണങ്ങൾ ചെയ്തിട്ടായിരിക്കണം. കടം, ഡോലക്ക് അങ്ങനെയൊക്കെ ആയിരിക്കണം, അല്ലാതെ തബല അങ്ങനെയുള്ളതൊന്നും വരാൻ പാടില്ല. അങ്ങനെ അവിടെ എന്നെ വേഷം ചെയ്യാൻ കൊണ്ടുപോയി എന്നെ എൻ്റെ അടുത്ത് ചോദിച്ചു, രാജസേനന് ഡാൻസ് മാസ്റ്റർ മകനായതുകൊണ്ട് എന്തെങ്കിലും ഇൻസ്ട്രുമെൻറ്റ് വായിക്കാൻ അറിയാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു തബല ഇങ്ങനെ ചുമ്മാ, അപ്പം വായിച്ച് തുടങ്ങിയിട്ടില്ല, തട്ടാറുണ്ട് എന്ന് പറഞ്ഞു. കൃത്യമായിട്ട് വായിക്കുന്ന ഇൻസ്ട്രുമെൻ്റ് ഏതാ? അപ്പോൾ ഞാൻ പറഞ്ഞു ഘടം വായിക്കും എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇതിനകത്ത് വേഷം ചെയ്യേണ്ട, നീ ഘടം വായിച്ചാൽ മതി, ആ മ്യൂസിക്കിനനുസരിച്ച് ഞങ്ങൾ പറഞ്ഞു തരുന്ന പോലെ വായിച്ചാൽ മതി. അങ്ങനെ തന്നെ രംഗപ്രഭാതിൻ്റെ ആദ്യത്തെ നാടകം പുഷ്പകിരീടം എന്ന് പറയുന്ന നാടകത്തിൽ ഘടം വായിക്കുന്ന ഇതിലേക്ക് മാറ്റി. ഞങ്ങൾ കേരളത്തിൽ അങ്ങ് ഒരുപാട് സ്ഥലങ്ങളിൽ, പല സ്ഥലങ്ങളിലും പോയി ഈ കലാപരിപാടി, ഈ നാടകം പുഷ്പകിരീടം രംഗപ്രഭാതിൻ്റെ കളിച്ചിട്ടുണ്ട്. ഒരുപാട് അപ്രിസിയേഷൻ കിട്ടിയിട്ടുണ്ട്. അതിൽ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം ജി ശങ്കരപ്പിള്ള സാറിൻ്റെ ക്ലാസ്സിലിരിക്കാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ നാടക പരിചയം. സിനിമ എന്ന് പറയുന്നത് എൻ്റെ ഒരു ഡ്രീമായിരുന്നു, പാഷനായിരുന്നു. എൻ്റെ ഊണിലും ഉറക്കത്തിലും 2 പേരായിരുന്നു. ഒന്ന് പ്രേം നസീർ, പിന്നെ ഒന്ന് ദാസേട്ടൻ. ഇവരെ 2 പേരെയും കുറിച്ച് മാത്രം ചിന്തിച്ച് നടന്ന ഒരാളാണ് ഞാൻ.
സർ അങ്ങനെ ഒരു ഡ്രീം വേൾഡിൽ നിന്ന് സർ മദ്രാസിലേക്ക് പോകുമ്പോൾ സർ വിചാരിച്ചു ഇത് പെട്ടെന്ന് നമുക്ക് അതിലേക്ക് വരാൻ പറ്റും, അതോ സാർ അവിടെ ചെന്നിട്ട് ഇച്ചിരി പ്രയാസങ്ങളിൽ കൂടിയാണോ ഫിലിമിലേക്ക് വന്നേ? ഒരുപാട് പ്രയാസപ്പെട്ടു. ഞാൻ എല്ലാ ഇൻ്റർവ്യൂവിലും പറയുന്ന സുഹൃത്തുക്കളോടും എന്നോട് ഇപ്പോൾ ഡയറക്ഷൻ പഠിക്കാൻ വരുന്ന പിള്ളേരോടും പറയുന്നൊരു കാര്യമുണ്ട്. ചെന്നൈയിൽ ചെന്ന് 1979 ചെന്നൈയിൽ ചെന്ന് ഉപ്പുവെള്ളവും കുടിച്ച് പട്ടിണിയും കിടന്ന്, അതായത് വിശക്കപ്പോൾ കുടിക്കുന്നത് ഉപ്പുവെള്ളമാണ്. അവിടെ ഉപ്പുവെള്ളം വെള്ളം നല്ല വെള്ളം ഇല്ല, ഇപ്പോൾ ഉണ്ട്. അന്ന് ഉപ്പുവെള്ളം മാത്രമേ ഉള്ളൂ. ആ വെള്ളം കുടിച്ച് കിടന്ന് കഷ്ടപ്പെട്ടാണ് സിനിമ പഠിച്ചത്. സാറിന് അവിടെ ആരെയും പരിചയമോ ഒന്നും അങ്ങനെയൊന്നും ഇല്ല? എൻ്റെ അമ്മയുടെ ചേച്ചിയുടെ മകൻ, വല്യമ്മയുടെ മകൻ രാജ്കുമാർ, പുള്ളി ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചത്, രജനീകാന്തിൻ്റെ ക്ലാസ്മേറ്റാണ് പുള്ളി. പുള്ളിയുടെ വീട്ടിലാണ് പോയി ആദ്യം താമസിക്കുന്നത്. പക്ഷെ പുള്ളി അപ്പം ഈ സിനിമയൊക്കെ വിട്ടിട്ട് ഒരു ക്ലിനിക്കൽ ലാബൊക്കെ നടത്തുകയായിരുന്നു. ഒരു ടച്ചുമില്ല. പുള്ളി പറഞ്ഞു നീ കുറച്ച് ദിവസം അവിടെ നിന്നിട്ട് പോയി ശ്രമിച്ചോളൂ. കിൽപ്പാക്ക് എന്ന് പറഞ്ഞ സ്ഥലത്ത്, അവിടെ നിന്ന് കോടമ്പകത്ത് പോകാനായിട്ടൊരു 8 കിലോമീറ്റർ ഉണ്ട്. ചേട്ടൻ തന്നെ ബസ്സിൻ്റെ നമ്പർ, അവിടെ ബസ് നമ്പറാണ്, നമ്പറൊക്കെ പറഞ്ഞു തന്നു. ഞാൻ ഇങ്ങനെ ഒരു പ്രത്യേകിച്ച് എയിമൊന്നുമില്ല. സിനിമാ മാസിക എന്ന് പറഞ്ഞൊരു പ്രസിദ്ധീകരണം പണ്ടുണ്ടായിരുന്നു, സിനിമാ മാസിക പണ്ട്, ഒന്നതേ ഉള്ളൂ. അതിനകത്ത് വായിച്ച് എനിക്ക് ഈ കോടമ്പക്കൊക്കെ ബൈഹാർട്ടാണ്. ഈവൻ പ്രേം നസീർ എന്ന് പറയുന്ന ആൾ താമസിക്കുന്ന സ്ഥലം പോലും എനിക്ക് ബൈഹാർട്ടാണ്. പിന്നെ ഒരു രാം തിയേറ്റർ ഉണ്ട്. രാം തിയേറ്ററിൻ്റെ പരിസരത്താണ് ഈ മലയാളികൾ കൂടുതലുള്ളത്. എല്ലാ ചായക്കടകളും മലയാളികളുടേതാണ്. ഇങ്ങനെയൊക്കെയുള്ള ഇതെല്ലാം മാഗസിൻ വായിച്ച് ഫസ്റ്റ് ഡേ പോയത് തന്നെ ബാബുച്ചേട്ടൻ്റെ അടുത്ത് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇങ്ങനെ രാം തിയേറ്റർ, എടാ അത് 37 എന്ന് പറഞ്ഞ ബസ്സിൽ കയറിയിട്ട് രാം തിയേറ്റർ എന്ന് പറഞ്ഞ ടിക്കറ്റ് എടുത്താൽ മതി, അതിൻ്റെ മുമ്പിൽ ഇറങ്ങാം. അപ്പം നോക്കി ഇരുന്ന് കറക്റ്റ് രാം തിയേറ്റർ കണ്ട് അവിടെ ഇറങ്ങി നേരെ ഒരു ചായക്കട ചെന്നിട്ട് ചോദിച്ചു ഇവിടെ സിനിമാക്കാർ അധികമായിട്ട് താമസിക്കുന്ന സ്ഥലം എവിടെയാണ്? അപ്പോൾ ചായക്കടക്കാരൻ ഇതേപോലെ ചിരിച്ചു. ഞാൻ അല്ല, ചായക്കട മലയാളമാണല്ലോ, ഇതേപോലെ ചിരിച്ചു പുള്ളി. ചിരിച്ചിട്ട് പറഞ്ഞ് ഇവിടെ മുഴുവൻ സിനിമാക്കാരാണ്, ആരെയാണ് കാണേണ്ടത്? ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നുമില്ല, ആരെങ്കിലും ഒരാളെ കണ്ടാൽ മതി എന്ന് പറഞ്ഞു. ഈ സ്ട്രീറ്റ്, എൻ്റെ പേര് ഗംഗയമ്മൻ കോവിൽ സ്ട്രീറ്റ് എന്നാണ്. ആ സ്ട്രീറ്റിൽ കൂടെ നേരെ നടന്നോളാൻ പറഞ്ഞു. ആരെ വേണമെങ്കിലും കാണാം. ഒരുപാട് പ്രഗത്ഭരായ ആൾക്കാരൊക്കെ ആ സ്ട്രീറ്റിൽ തന്നെയാണ് താമസം എന്ന് പറഞ്ഞാണ് തുടങ്ങുന്നത്. ഓക്കെ. അപ്പോൾ സർ ഈ ഫിലിമിലേക്ക് വരണം അല്ലെങ്കിൽ ഒരു ഫിലിം എടുക്കണം എന്നൊക്കെ സാറിന് മനസ്സിൽ തോന്നി? അതോ ഇവരെ ഒന്ന് കണ്ടാൽ മതിയോ, അല്ലെങ്കിൽ ആ ഒരു എന്നാ പറയുന്നത് ഫാൻ എന്ന നിലയിൽ അല്ലെ ആരാധിച്ച നിലയിൽ അവർ കണ്ടിട്ട് തിരിച്ചു പോരാം എന്ന് തോന്നിയതോ? ഇല്ല, ഇവരെ വെച്ച് ഞാൻ ഫിലിം മരണം വരെ അവിടെ കിടക്കുന്നു. അവസാന ശ്വാസത്തിന് മുമ്പെങ്കിലും ഒരു ഡയറക്ഷൻ പഠിക്കാൻ ഒരു ചാൻസ് കിട്ടിയാൽ വീണ്ടും ജീവിക്കുമെന്നൊക്കെ ഉള്ള വിശ്വാസത്തിൽ കഷ്ടപ്പെടാൻ തയ്യാറായിട്ട് പോയി. സർ എൻ്റെ പരീക്ഷണം ഒന്ന് നോക്കോ ചേച്ചി? എനിക്ക് തോന്നുന്നത് ചേച്ചി അത് കുടിക്കട്ടെ, എനിക്ക് ഇച്ചിരി ചൂടുവെള്ളം കിട്ടിയാൽ കൊള്ളാം. പിന്നെന്താ, തീർച്ചയായിട്ടും തരാം. ആനീസ് കിച്ചണിൽ വന്നേച്ച് എന്നേലും ഒരു കാര്യം ചോദിച്ചാൽ വേണ്ടെന്ന് പറയുന്ന പ്രശ്നമേ ഇല്ല ഇവിടെ. ഇപ്പം ഞാൻ ഇന്ന് വെജ് ആയത് ഒരു തരത്തിൽ ആനിക്ക് നല്ലതാണെന്ന് പറയാം. നോൺ വെജ് ആയിരുന്നു ഞാൻ കുറേ ഐറ്റംസ് ചോദിച്ചത്. സന്തോഷമേ ഉള്ളൂ. എന്നുവെച്ചാൽ ഞങ്ങളുടെ നല്ല മനസ്സോടുകൂടി എല്ലാം നല്ലതായിട്ട് ചെയ്തു തരും. ഞങ്ങൾക്ക് ഇഷ്ടമാണ് അങ്ങനെ ഞങ്ങളുടെ ഗസ്റ്റ് വന്നേച്ച് ഞങ്ങളോട് എന്നേലും ചോദിച്ചുമ്പോൾ ഞാൻ കൊണ്ടാക്കി തരാൻ അത്ര സന്തോഷമാണ് ഞങ്ങൾക്ക്. ഞാൻ ഞങ്ങൾ സന്തുഷ്ട പടത്തിലെ ജയറാം അഭിരാമിയെ കല്യാണം കഴിച്ചിട്ട് അവര് കൊടൈക്കനാൽ ടൂർ പോകും. അപ്പൊ ആ സമയത്ത് ഒരു ഹോട്ടലിൽ മെനു കൊണ്ടുവരും. അപ്പൊ ലോകത്ത് ആരും കേട്ടില്ലാത്ത കുറെ പേരുകൾ അഭിരാമി ജയറാമിനോട് പറയും. അതുപോലത്തെ എന്നാലും പക്ഷെ ഞങ്ങൾ തോറ്റൊന്നും കൊടുക്കുകയല്ല. കാര്യം എന്നാന്നോ, കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞങ്ങൾ ഇവിടെ സൗത്ത് ആഫ്രിക്കൻ ഡിഷൊക്കെ ഇറക്കിയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ അങ്ങോട്ട് കൊച്ചാക്കരുത്. ആനീസ് കിച്ചൺ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ മിടുക്കരൊക്കെ തന്നെയാ. അപ്പൊ എന്തായാലും ഞാൻ ഈ നോൺ വെജ് കഴിക്കുന്ന ഒരു ദിവസം കൂടെ വരട്ടെ. പിന്നെന്താ, സന്തോഷമേ ഉള്ളൂ. ഞങ്ങളുടെ എന്നാ പറയുന്നത് കുഞ്ഞടുക്കളയിൽ എപ്പോ വന്നാലും ഞങ്ങൾക്ക് അതിഥി ദേവോ ഭവമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ അടുക്കളയിൽ വന്ന് ഇന്ന വേണം അതുണ്ടാക്കി തരൂ എന്ന് പറയുന്നതല്ല ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷം. അപ്പൊ വന്നിരിക്കും. പിന്നെന്താ, ഓൾവേസ് വെൽക്കം. നല്ല രുചിയുള്ള ചൂടുവാട്ടം. ദൈവമേ, അത് ചുമ്മാതാന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവേ. രുചിയുള്ള ചൂടുവെള്ളം എന്ന് പറയാം ചേച്ചി. ഞാൻ ഒരു കാര്യം പറയാം, ഇനി ചേച്ചി പരീക്ഷിച്ചു കൊണ്ട് കൊടുക്കുന്ന സാധനം എല്ലാം കറക്റ്റ് ആയിട്ട് ഇപ്പൊ മറുപടി പറയുന്നത് മനസ്സിലായല്ലോ. ഞാൻ വിചാരിച്ചു ഇവിടെ തരുന്ന എല്ലാ സാധനവും നല്ലതെന്ന് പറയണമെന്ന് വിചാരിച്ചു. അയ്യോ അങ്ങനെ പറയണ്ട, ഞങ്ങളുടെ ഇവിടെ വന്നവരൊന്നും അങ്ങനെയല്ല പറഞ്ഞു. കൊള്ളത്തില്ലെന്ന് പറയൂ. ദൈവാനുഗ്രഹിച്ച് ഇതുവരെ ഒന്നും പറഞ്ഞില്ല. ഇനി ചേച്ചി ഇത് മനഃപൂർവ്വം പറയരുത്. സാറിന് റെസ്റ്റ് കൊടുക്കാം. നമുക്ക് ചേച്ചിയോട് ഞാൻ ചോദിക്കട്ടെ. ചേച്ചി മോള് ദേവു എന്താ ചെയ്യുന്നത് ഇപ്പൊ?
MBA കഴിഞ്ഞിട്ട് കല്യാണം കഴിഞ്ഞ് അബുദാബിയില്. അബുദാബിയിൽ സെറ്റിൽ ആയ മോള്. ഓ അത് ശരി. ഓക്കെ. മോന മരുമകൻ ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റലിൽ അവിടെ വർക്ക് ചെയ്യുന്നത്. ഏത് ഹോസ്പിറ്റലിൽ വെച്ച്? ഷെയ്ഖ് ഖലീഫ ഹോസ്പിറ്റൽ. ഡോക്ടറാ? അല്ലല്ല, ഫിനാൻസ്. ഓക്കെ. ദേവിനെ കണ്ടിട്ട് കുറെ നാളായി. ഇനി നാട്ടിൽ വരുമ്പോ ദേവ് വിളിക്കാൻ പറയണേ. ഇടയ്ക്ക് വന്ന ഓണത്തിന് വല്ലതും വന്നോ? ആണോ? 1 മാസം ഉണ്ട്. അത് ശരി. ഇനിയിപ്പോ അടുത്ത പോലെ വരത്തുള്ളോ? ഇനി 6 മാസം 1 വർഷം ജോലിക്ക് ജോലി കിട്ടും അല്ലേ? ഓ അവൾ ഹാപ്പി. എന്തായാലും സാർ എന്റെ ജ്യൂസേ കുടിക്കാൻ ഒത്തില്ല. ഇനി എന്റെ ആഹാരം എങ്കിലും കഴിക്കട്ടെ. കഴിച്ചിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. മുഖസ്തുതിയല്ല, നന്നായിട്ടുണ്ട്. കണ്ട എന്നെ കുറ്റം പറഞ്ഞെങ്കിലും ഇപ്പൊ നല്ലതാന്നാ പറയുന്നുണ്ട് കേട്ടോ. വന്നു കയറാൻ കുറ്റം പറഞ്ഞിട്ട് ഇപ്പൊ നമ്മൾ തെളിയിച്ചില്ലേ? ഒരു കാര്യം ചോദിക്കട്ടെ, ഇത് സ്വന്തം ഐഡിയയിൽ ചെയ്യുന്നതാണോ ബുക്ക് നോക്കി ചെയ്യുന്നതാണോ? അയ്യോ ഇല്ല സർ, ഇതിനകത്ത് ഞാൻ പരീക്ഷിക്കുന്നുണ്ട്. ആനീസ് ടച്ച് ഉണ്ട് ഇതിനകത്ത്. എല്ലാം കംപ്ലീറ്റ്ലി നമ്മൾ അങ്ങനെ ഒക്കുകയല്ലോ. പിന്നെ ഈ പറഞ്ഞ കൂട്ട് നല്ല ഹോട്ടൽസിലൊക്കെ പോകുമ്പോ നമ്മൾ പല ഫുഡ് കഴിക്കുവല്ലേ, അപ്പൊ ഞാൻ ആ ചെഫിനെ വിളിച്ചിട്ട് ചോദിച്ചിട്ട് പിന്നെ എന്റെ ഒരു ടച്ചിനകത്ത് ഇടും, അല്ലാതെ ഒക്കുകയല്ല. ആ ടച്ച് ഇതിനകത്തുണ്ട്. ഇതിനകത്ത് ഈ ലെമൺ മിക്സ് ചെയ്തതിന്റെ ഒരു ലെമൺ മിക്സ് ചെയ്തിട്ടുണ്ട്. പാചകം നല്ലോണം അറിയാന്ന് മനസ്സിലായി. പാചകത്തെക്കാളും രുചി അറിയാം. ലെമൺ അല്ല സർ, തൈരുണ്ട്, ടൊമാറ്റോയും ഉണ്ട് ഇതിനകത്ത്. അതിന്റെ ഒരു ഡിഫറൻസ് ഇതിനകത്തുണ്ട്. നന്നായിട്ടുണ്ട്. സാർ ഇപ്പം എന്റെ ഈ കുടുംബ ചിത്രങ്ങളാണ് കൂടുതലും എടുക്കുന്നത്. ഈ ബന്ധങ്ങളൊന്നും ഇപ്പൊ നമ്മുടെ ഈ കാലത്ത് ഇല്ല. ശരിക്കും സാർ എടുത്തുകൊണ്ടിരുന്ന ഫിലിംസും അങ്ങനത്തെ ആയിരുന്നു അല്ലെ? ശരിക്കും ഇപ്പൊ ന്യൂ ജനറേഷൻ ഫിലിംസിലും നമ്മൾ ആ ബന്ധങ്ങൾ കാണുന്നില്ല. ഒരു ശങ്കരാടി ചേട്ടനെ കാണുന്നില്ല, ഒരു ഒടുവിൽ ഉണ്ണികൃഷ്ണൻ ചേട്ടനെ കാണുന്നില്ല, ഒരു അമ്മാവൻ ഒരു ക്യാരക്ടർ കാണുന്നില്ല, ഒരു മീനമ്മയെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല അല്ലെ? അച്ഛൻ, അമ്മ, അമ്മുമ്മ, അപ്പൂപ്പൻ, അമ്മാവൻ, ചിറ്റപ്പൻ ഒന്നും പാടില്ല എന്നാണ്. അതിന്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. ഇവർ ഈ ന്യൂജൻ പിള്ളേരെ എടുക്കുന്ന സിനിമയിൽ ഇവർ ഡ്രമാറ്റിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കുകയാണ്. അച്ഛൻ, അമ്മ, അമ്മാവൻ, കാരണവരൊക്കെ കഥാപാത്രങ്ങളായിട്ട് വരുമ്പോൾ കുറച്ച് ഡ്രമാറ്റിക് ആവും. അവർ വന്നാലും ഡ്രമാറ്റിക് അല്ലാതെ സിനിമ പറയാൻ അവർക്ക് പറ്റുന്നില്ല. അപ്പോൾ അവരെന്താ ചെയ്യാന്ന് പറഞ്ഞാൽ അതിനെ ഒഴിവാക്കാം. പല സിനിമയിലും പശ്ചാത്തലമില്ല, ശ്രദ്ധിച്ചിട്ടില്ലേ? നായകൻ എവിടെ നിന്ന് വരുമെന്ന് അറിയില്ല, നായിക എവിടെ നിന്ന് വരുമെന്ന് അറിയില്ല. നായികയ്ക്ക് ഒരു അച്ഛനും അമ്മയും ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇവിടെ ഉണ്ടായിരിക്കാം, അത്രേ ഉള്ളൂ. അതിലേക്ക് പോകാൻ ഉള്ളൊരു ക്രാഫ്റ്റ്, ആ ക്രാഫ്റ്റ് ഈ തലമുറയുടെ കയ്യിൽ എവിടെയോ നഷ്ടപ്പെട്ടു പോയി, അല്ലെങ്കിൽ അവരതിനു വേണ്ടി കഷ്ടപ്പെടുന്നില്ല. ഇപ്പം ഒരു കാര്യമുണ്ട്, ഇപ്പോഴത്തെ ന്യൂ ജനറേഷനിലെ ഹീറോസ് ഇപ്പം വലിയ 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 ഡയറക്ടേഴ്സിനോടൊക്കെ ഇങ്ങനെ ചുമ്മാ ഒച്ച വെച്ച് വർത്താനം പറയുമോ അങ്ങനെയൊക്കെ ഞാൻ കേട്ടു. എനിക്കിപ്പോൾ ഞാൻ ഫോർ ദ ലാസ്റ്റ് 18 years ഐ എം നോട്ട് ഇൻ ദ ഫീൽഡ്. അങ്ങനെയൊക്കെ ഉണ്ടോ സോഫിയിൽ? അതോ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നതാണോ? അല്ല, വളരെ ഒരു എന്താ പറയുക, ഞാൻ നേരത്തെ പറഞ്ഞൊരു പോയിന്റിലേക്ക് തന്നെ വരാം. അമിതമായിട്ട് അവർക്ക് ആരെയും പേടിയില്ല, ബഹുമാനമില്ല. ബഹുമാനം ഇപ്പം എൻ്റെ ഒരു സിനിമയിൽ അഭിനയിക്കാൻ താല്പര്യമുണ്ടോ എന്ന് ഞാനിതുവരെ പുതിയ തലമുറയിലെ ഒരു ആർട്ടിസ്റ്റിനോട് ചോദിച്ചിട്ടില്ല, ചോദിക്കത്തില്ല, വേറൊരാളിനെ വിട്ടും ചോദിക്കത്തില്ല. കാരണം എന്ന് പറഞ്ഞാൽ അവരെ കൊണ്ട് ഇല്ല എന്ന് പറയിപ്പിക്കേണ്ട ഒരു ആവശ്യം എനിക്കേ ഇല്ല. ഇതിങ്ങനെ തന്നെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചു. കാരണം എന്ന് പറഞ്ഞാൽ പല ഡയറക്ടേഴ്സിന് കിട്ടുന്ന ദുരനുഭവങ്ങൾ അറിയാറുണ്ട്. പലരും കഥ കേൾക്കാൻ തയ്യാറല്ലല്ലോ. നമ്മളിപ്പോൾ ഒരു സബ്ജക്റ്റ് റെഡിയാക്കി കൊണ്ടുവന്നാൽ ആ കഥ കേൾക്കാൻ തയ്യാറല്ലല്ലോ. ഇതൊക്കെ ഞാൻ അറിയുന്നത് ഇൻഡയറക്റ്റായിട്ട് മറ്റു ഡയറക്ടേഴ്സ് പറയും, അയ്യോ രാജസേനൻ അങ്ങോട്ട് ആ പരിസരത്തോട്ടേ പോകണ്ട. കാരണം ഞാൻ അത്രയും ഒരു സ്റ്റാർഡം അത്ര അങ്ങോട്ട് എന്താ പറയുക അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളല്ല ഞാൻ. സ്റ്റാർ എന്ന് പറയുന്നത് നമ്മൾ ഉണ്ടാക്കുന്നതാണ്, ക്രിയേറ്റേഴ്സ് ഉണ്ടാക്കുന്നതാണ്. തിരക്കഥാകൃത്തും സംവിധായകനും ക്യാമറാമാനും കൂടെ ഉണ്ടാക്കി കൊടുക്കുന്നതാണ് സ്റ്റാർഡം എന്ന് പറയുന്നത്. അപ്പം അതിനെ ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ സിനിമ എടുക്കുക, സിനിമ ഉണ്ടാക്കുക എന്ന് പറയുന്നതിനകത്ത് അത്ര ഒരു സുഖം എനിക്ക് തോന്നാറില്ല. സത്യം. പിന്നെ ഒരു കാര്യമുണ്ട് സാർ, ഞാൻ എനിക്ക് ഇപ്പം സ്റ്റാർഡം എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറയുവാന്ന്, ഇപ്പം ഏട്ടനും സുരേഷ് ഗോപിയും കൂടെ വർക്ക് ചെയ്യുന്ന പോലെയാ, സുരേഷ് ഏട്ടനും വർക്ക് ചെയ്യുന്ന നല്ലൊരു കെമിസ്ട്രിയാ സാറും ജയറാമേട്ടനും കൂടെ വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാവേ, എന്നതിനാ നിങ്ങൾ തമ്മിൽ പിണങ്ങി എന്നൊക്കെ കേട്ടല്ലോ ഞാൻ. പിണങ്ങി എന്ന് പറഞ്ഞാൽ അത് ശരിക്കും പറഞ്ഞാൽ വഴക്കല്ല. പിന്നെ എന്നത്തിനാ പിണങ്ങി? എങ്ങനെയൊക്കെയോ അകന്നിരുന്ന് അതായത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ചിലത് അകന്നു പോകാറില്ലേ,
അതുപോലെ ഞാനും പുള്ളി തമ്മിൽ ഫോണിൽ ഒരു വഴക്കുണ്ടായിട്ടില്ല, നേരിട്ടൊരു വഴക്കുണ്ടായിട്ടില്ല. ഞങ്ങൾ തമ്മിൽ എടുത്ത സിനിമകൾ 16 സിനിമകളിൽ 14 എണ്ണം 100 ദിവസം കഴിഞ്ഞ് ഓടിയ സിനിമകളാണ്. ഒരു ദയനീയ പരാജയം ഒരു സിനിമയിലും ഉണ്ടായിട്ടില്ല. എങ്ങനെയോ എന്തൊക്കെയോ. അപ്പൊ ഈ നാട്ടുകാർ ചുമ്മാ പറഞ്ഞുണ്ടാക്കുന്നേ? അല്ല, എന്തായാലും സിനിമ ഒരുമിച്ച് ചെയ്യാനുള്ള സാധ്യത കുറവാണ്. അതന്നെ അത് അങ്ങനെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ അദ്ദേഹം എൻ്റെ വിലയേറിയ ചില കാര്യങ്ങൾക്ക് പോലും വ്യക്തിപരമായിട്ട് ക്ഷണിച്ചിട്ട് വന്നിട്ടില്ല. എന്താണെന്നുള്ളത് ഊഹിക്കാം. അപ്പോൾ ഇനിയൊരു അതിനേക്കാൾ വലുതാണോ എനിക്ക് സിനിമ എന്ന് ചോദിച്ചാൽ ചിലപ്പോൾ അല്ലെന്ന് പറയേണ്ടി വരും. അത്രയും വലിയൊരു കാര്യമായിരുന്നു. അപ്പം ഒരു അകൽച്ച മാനസികമായിട്ട് പുള്ളി ആഗ്രഹിക്കുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. ഉണ്ടായി എന്ന് പറയുന്നതിനേക്കാളും ഒരു അകൽച്ച പുള്ളി ആഗ്രഹിക്കുന്ന പോലെ തോന്നി. അപ്പൊ അതങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാന്നറിയാവോ, ഈ പറഞ്ഞു തീർക്കാൻ മേലാത്ത ഒരു കാര്യവുമില്ല. ഈ പറഞ്ഞ പോലെ സാറും ജയറാമേട്ടനും തമ്മിലുള്ള ഒരു കെമിസ്ട്രിയും ആ ഒരു എന്താ പറയുക സിനിമയെന്നൊക്കെ ഞങ്ങൾക്ക് പ്രേക്ഷകരെ പോലുള്ളവർ കാണാനും ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ഈ പറഞ്ഞു തീർക്കാൻ മേലാത്ത ഒരു പ്രശ്നവും സോൾവ് ചെയ്യാനുള്ളത് ഇല്ല. ഇതൊരു തെറ്റിദ്ധാരണ ആകാമായില്ലേ? ശരിക്കും ഒന്നിച്ച് കണ്ടു കഴിഞ്ഞാൽ തീരാവുന്നതേ ഉള്ളൂ. ശരിയാ, ചിലപ്പോ ഞങ്ങള് നിമിത്തം ആയിക്കോട്ടെ. അതാ ആനീസ് കിച്ചണിൽ നമുക്ക് ഈ ജഡ്ജ്മെന്റ് ഇവിടെ അല്ല നമുക്കൊന്ന് പരിഹരിച്ചു കൊടുക്കണം കേട്ടോ. സാറിന്റെയും ജയറാമേട്ടന്റെയും ഒക്കെ ഒരു മൂവി വരണം സർ. ഈ ഞങ്ങളൊക്കെ ഈ പറഞ്ഞ പോലെ ഒത്തിരി ആഗ്രഹിക്കുന്നുണ്ട്. അതായത് ഈ പറഞ്ഞ പോലെ ഒരു കാരണവരെ കാണാനോ അല്ല ഒരു അമ്മാവനെ കാണാൻ കുടുംബ ബന്ധങ്ങൾക്ക് വില കൊടുക്കുന്ന ഒരു സിനിമയാണ് ജയറാമേട്ടൻ. ഈ സിനിമ ഈ എൻ്റെ ഈ പരിപാടി കാണുവാന്നേല് എൻ്റെ വക ഒരു റെക്കമെൻഡേഷൻ ജയറാമേട്ട. ആ വഴക്കൊക്കെ അങ്ങ് തൂത്ത് കളഞ്ഞേച്ചുണ്ടല്ലോ, തിരിച്ച് നിങ്ങൾ തമ്മിൽ ഒരു നല്ലൊരു മൂവി വരണം. ജയറാമേട്ടൻ സെൻസറായിട്ട് ചെയ്യുമ്പോണ്ടല്ലോ നല്ലൊരു കെമിസ്ട്രിയാണ്. മാത്രമല്ല ഞങ്ങളുടെ ഈ പ്രേക്ഷകരുണ്ടല്ലോ, നിങ്ങളുടെ രണ്ടുപേരുടെയും കോമ്പിനേഷൻ കാണാൻ എന്നെ ആഗ്രഹിക്കുന്നതാണെന്നറിയാവോ. അതും ജയറാമേട്ടനെയൊക്കെ ശരിക്കും ഒരു കുടുംബ നായകനായിട്ടൊക്കെ ഞങ്ങൾ അങ്ങ് അംഗീകരിച്ച് വെച്ചേക്കുക. അന്നേരം പിന്നെ ജയറാമേട്ടനായിട്ട് മാറി നിന്നാൽ ഒക്കുകയല്ല. സെനൻസറുമായിട്ട് വന്ന് നെക്സ്റ്റ് ഒരു മൂവി അതൊരു വൺ ഹിറ്റും ആവണം. അതുകൊണ്ട് ആനീസ് കിച്ചൺ ഈ പ്രശ്നം അങ്ങ് തൂത്ത് മാച്ച് കളഞ്ഞേക്കുക, മനസ്സിനകത്തൊന്നും വെച്ചേക്കരുത്. സാറുമായിട്ട് അടുത്ത മൂവി ചെയ്തു തുടങ്ങണം. അത് നടക്കും അല്ലേ? ഞങ്ങൾ പ്രേക്ഷകർ കൂടെ നിൽക്കുമല്ലേ സാറിന്റെ കൂടെ. ഒരു തെറ്റിദ്ധാരണ ആയി മാറിപ്പോട്ടെ അല്ലേ? എന്തായാലും എന്റെ പനീറിനും ചപ്പാത്തിക്കും ഒന്നും വലിയ കുറ്റമൊന്നും സാറ് പറഞ്ഞില്ല. അതുകൊണ്ട് ചേച്ചിക്ക് ഇഷ്ടമായോ ചേച്ചി? നല്ല സൂപ്പർ, നല്ല പനീർ നല്ല സൂപ്പർ. കണ്ടോ, നന്നായിട്ടുണ്ട്, വെരി ഗുഡ്. ഓക്കെ, അപ്പൊ താങ്ക് യു സാർ. എന്തായാലും ഈ ഷോയിൽ വന്ന ചേച്ചിക്കും സാറിനും ഒരു സ്പെഷ്യൽ താങ്ക്സ്.